നമസ്കാരം. അംബേദ്കർ ജയന്തി ദിനമാണിന്ന്. അവസാനിക്കാത്ത വിവേചനങ്ങളുടെ സാക്ഷ്യപ്പെടുത്തലുകളാണ് ഈ ദിനത്തിലും ചർച്ച ചെയ്യാനുള്ളത്. കണ്ണൂർ ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിന് പിന്നാലെ നേരിട്ട അധിക്ഷേപങ്ങളും അതിക്രമങ്ങളും എണ്ണിപ്പറഞ്ഞ വിദ്യാർത്ഥികൾ പുറത്തേക്ക് വരികയാണ്. നിറത്തിന്റെ പേരിലും ശരീരപ്രകൃതിയുടെ പേരിലുമുള്ള അധിക്ഷേപങ്ങളും മനുഷ്യത്വരഹിതമായ ശിക്ഷാ നടപടികളും പതിവായിരുന്നു എന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ലോൺ ആപ്പുകാരുടെ സമ്മർദ്ദവും മരണത്തിന് കാരണമായിട്ടുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. ലോൺ ആപ്പ് നടത്തുന്നവരുടെ ഭീഷണി കോളുകളെ തുടർന്ന് അധ്യാപിക പരാതിപ്പെട്ടിരുന്നുവെന്ന് കോളേജ് അധികൃതരും പറയുന്നു. എന്താണ് ഈ മരണത്തിന് പിന്നിൽ സംഭവിച്ചത്? ചർച്ചയിൽ കണ്ണൂർ ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി ആഷിഖ്, അതുപോലെ തന്നെ അതേ കോളേജിൽ പഠിക്കുന്ന ആർച്ച എന്നിവർ ചേരുന്നു. ഒപ്പം KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ, SFIക്ക് വേണ്ടി മുഹമ്മദ് സാദിഖ്, ദളിത് ചിന്തക മാളവിക ബിന്നി, റൈറ്റ് വിംഗ് ആക്ടിവിസ്റ്റ് രാഹുൽ ഈശ്വർ തുടങ്ങിയവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ആഷിഖ്, നിതിൻ്റെ ഈ ദുര്യോഗത്തിന് ശേഷം നിങ്ങൾ വിദ്യാർത്ഥികൾ പറയുന്ന ഓരോ വാചകങ്ങളും കേരളം ഞെട്ടലോടെയാണ് കേൾക്കുന്നത്. ഒരു കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? അവർ ഇത്രയും മനുഷ്യത്വരഹിതമായിട്ടുള്ള പീഡനങ്ങൾക്ക്, ആക്ഷേപങ്ങൾക്ക് വിധേയമാകുമോ എന്നൊരു ഞെട്ടലോടുകൂടിയാണ് സമൂഹം ഉൾക്കൊള്ളുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആഷിഖിന് വ്യക്തിപരമായി ഇതുപോലെയുള്ള അനുഭവങ്ങൾ അവിടെ നിന്ന് നേരിട്ടിട്ടുണ്ടോ? നേരിട്ടിട്ടുണ്ട്. അതാണല്ലോ ഞാൻ ഇന്ന് വാർത്തകളിലെല്ലാം പറഞ്ഞത്. എന്നെ ഈ പറയുന്ന ഡോക്ടർ റാം ഇത്രത്തോളം ചെയ്തു വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ മുതൽ തേർഡ് ഇയർ വരെ എന്നെ ഇയാളിങ്ങനെ മെൻ്റലി ടോർച്ചർ ചെയ്തിട്ടുണ്ട്. അത് മെൻ്റലി ടോർച്ചറാണെന്നൊക്കെ നമ്മൾ ഓരോ ആൾക്കാർ പറയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലതല്ല എന്ന്. അതുവരെ നമ്മളിങ്ങനെ കണ്ടീഷൻ ചെയ്ത് നമ്മളിത് നോർമലാണെന്ന് വിചാരിച്ചു പോയതാണ്. ഇനി അഥവാ എന്തെങ്കിലുമൊക്കെ പ്രതികരിച്ചാൽ നമ്മളെ പിന്നെ എക്സാം എഴുതിപ്പിക്കാണ്ടിരിക്കുക, എക്സാം പ്രാക്ടിക്കലി ഫെയിലാക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ വരിയിൽ നിർത്തുന്നത്. ഇതൊരൊറ്റ അധ്യാപകൻ്റെ, ഡോക്ടർ റാമിൻ്റെ ഈ ഓറൽ പത്തോളജി HODയുടെ മാത്രം ട്രീറ്റ്മെൻ്റ് ആയിരുന്നോ, അതോ ആ കോളേജിലെ പൊതു അന്തരീക്ഷം ഇങ്ങനെ തന്നെയാണോ? ഇല്ല, ഡോക്ടർ പൊതു അന്തരീക്ഷം ഇതല്ല. ഇങ്ങനെ ചെയ്യുന്ന സ്റ്റാഫുകളുണ്ട്, ഇങ്ങനെ ചെയ്യാത്ത സ്റ്റാഫുകളുണ്ട്. ഇപ്പോൾ ഡോക്ടർ റാം ഇതിൽ ഒരാൾ മാത്രമാണെന്നേ ഉള്ളൂ. അത് ഇയാളുടെ മെത്തേഡ് ഇതാണെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി സ്റ്റാഫുകൾ അവിടെ ഉണ്ട്, അവരുടെ മെത്തഡോളജി ഇത്ര വൾഗർ അല്ല എന്നേ ഉള്ളൂ. എന്തിന് കുട്ടികളെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യണം? അതൊരു ചോദ്യമാണല്ലോ. പഠിക്കാനാണ് വിദ്യാർത്ഥികൾ കോളേജിൽ ചേർന്നത്. നിങ്ങൾ ഒരു പ്രൊഫഷണൽ കോഴ്സാണ് പഠിക്കുന്നത്, BDS ആണ് പഠിക്കുന്നത്. ആ കുട്ടികളെ ഇങ്ങനെ ഹരാസ് ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു ന്യായം വേണമല്ലോ, എന്തെങ്കിലും ന്യായീകരണം ഈ ആരെങ്കിലും, റാമോ അതല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ന്യായീകരണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ആകെ ഇപ്പോൾ കേട്ടിട്ടുള്ളത്, നമ്മളിപ്പോൾ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിനോടൊക്കെ എന്താ പറയുക പൊരുത്തപ്പെടണം, നമ്മൾ എന്തിനും ഇതിനോടൊക്കെ പൊരുത്തപ്പെടണം. ഇവരല്ലാണ്ട് സമൂഹത്തിൽ നമ്മൾ വേറൊരാൾ പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല, പിന്നെ നമ്മൾ എന്തിനോടാണ് ഈ പൊരുത്തപ്പെടുന്നത്? ആർച്ച കഴിഞ്ഞ ദിവസവും സംസാരിച്ച കുട്ടിയാണ്. ആർച്ച, അപ്പോൾ നിതിൻ രാജിൻ്റെ മരണം സംബന്ധിച്ച് കോളേജ് മാനേജ്മെൻറ്റ് വിശദീകരിക്കുന്നത്, ഒരു ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ എടുത്തു, അവിടെ നിന്ന് ഒറ്റ ദിവസം തന്നെ 76 കോൾ വന്നു. എന്ന് മാത്രമല്ല, ടീച്ചറായിരുന്ന ലതയുടെ നമ്പർ അതിൽ റെഫറൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ടീച്ചർക്കും ഒരുപാട് കോൾ വന്നു. അപ്പോൾ ടീച്ചർ കംപ്ലയിൻറ്റ് ചെയ്തു, പ്രിൻസിപ്പാൾ വിളിപ്പിച്ചു. അങ്ങനെ വിളിപ്പിച്ചപ്പോൾ കുറേ കാര്യങ്ങൾ അവിടെ സംസാരിച്ചു. അതിൻ്റെ മനോവിഷമത്തിന് പോയി മരിച്ചു എന്നുള്ളതാണ്. അതുമാത്രമാണ് മരണകാരണം എന്ന് പറയാൻ കഴിയുമോ? ഒന്നും മ്യൂട്ട് മാറ്റൂ ആർച്ച. ഹലോ, കേൾക്കാം. അതില് റാം സാറിന്റെ ഇൻഫ്ലുവൻസ് വളരെ വലുതാണ്. അയാള് ആ കുട്ടിയെ മാത്രം ഫുൾ ടൈം എപ്പോഴും ടാർഗറ്റ് ചെയ്യാറുണ്ട്. അത് അവന് നല്ല രീതിക്ക് ഹേർട്ട് ആവുന്നുണ്ട്. അത് ഡേ ബൈ ഡേ കൂടിക്കൊണ്ടേ ഇരുന്നിട്ടുള്ളൂ. അത് ഇതുവരെ കുറഞ്ഞിട്ടില്ലായിരുന്നു ആ സമയത്തൊന്നും. അതുകൊണ്ട് നന്നായിട്ട് അവനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ലോൺ ആപ്പിന്റെ മാത്രമല്ല അതിന്റെ പ്രശ്നം. ഈ ലോൺ ആപ്പിന്റെ പ്രശ്നം മാത്രമാണെന്ന് വരുത്തി തീർക്കാൻ നോക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? കാരണം കുറച്ച് ആളുകൾക്ക് അങ്ങനെ രക്ഷപ്പെടാലോ. അതെ, എന്തായാലും അതിന്റെ പ്രശ്നം കൊണ്ട് മാത്രമല്ല, അതിന് റാം സാർ നല്ല ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ ആർച്ച? ഇപ്പോൾ നിരന്തരമായി ഈ കുട്ടി, നിതിൻ രാജ് എന്നുള്ള കുട്ടി, ഇങ്ങനെ ആക്ഷേപം കേട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആക്ഷേപം കേൾക്കുന്ന ആർക്കും അത് വലിയ ഹേർട്ടായിരിക്കും. അത് കാലങ്ങളോളം, ഇനി 10-15 കൊല്ലം കഴിഞ്ഞാലും കേട്ട ഒരു വാചകം വേട്ടയാടും. ഈ വിദ്യാർത്ഥി എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യപ്പെട്ടു എന്ന് ആർച്ചയ്ക്ക് തോന്നുന്നു? അതോ എല്ലാവരോടും ഇങ്ങനെ തന്നെയാണോ പെരുമാറുന്നത്? എല്ലാവരോടും ഇങ്ങനെ തന്നെയാണ്, പക്ഷെ അവനോട് മാത്രം കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാവരും ബോഡി ഷെയിമും കാര്യങ്ങളൊക്കെ അളവ് വെച്ചിട്ടും എല്ലാം ചെയ്യാറുണ്ട്. പക്ഷെ അവനോട് എന്താ ഇത്ര ഒരു ടാർഗറ്റ് ചെയ്യുന്നതെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. ക്ലാസ്സിൽ എല്ലാവരും ഉപയോഗിച്ച് ആ ഫുൾ ഡേ മൊത്തം ഒരാളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്ന ആദ്യമായിട്ടാണ്.
അയാൾ വന്നിട്ടുണ്ടെങ്കിലും എല്ലാരും ടാർഗറ്റ് ചെയ്താ നേരത്തേക്ക് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ലാസ്റ്റ് മൊമെന്റിലൊക്കെ അവനെ മാത്രം ഫോക്കസ് ചെയ്ത് ബാക്കി എല്ലാരും അവോയ്ഡ് ആക്കി അവനെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്താ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നിതിൻ സംസാരിച്ചപ്പോൾ എപ്പോഴെങ്കിലും അയാളുടെ ആ വിഷമം പങ്കുവച്ചിട്ടുണ്ടോ? ഈ ഒരു അവസ്ഥയാണ് എൻ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്താണ്? എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റാം സാറിനെ പറ്റി, എപ്പോഴും അവനെ മാത്രം എന്താ ഇങ്ങനെ ചെയ്യുന്നേ, ബാക്കി സ്റ്റുഡൻസിനെയൊക്കെ ഇത്ര ചെയ്യത്തില്ലല്ലോ, എന്നോട് എന്താ ഇത്ര വൈരാഗ്യം എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അല്ല ആർച്ച, നിങ്ങളൊക്കെ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളാണ്, പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്, അപ്പോൾ സ്വയം അവകാശബോധമുള്ള ആളുകളാണ്. അപ്പോൾ ഒരാൾ നമ്മളെ ബോഡി ഷെയിം ചെയ്യുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മളെ ഏതെങ്കിലും ജാതീയമായിട്ടുള്ള അധിക്ഷേപം ഉപയോഗിച്ച് വിമർശിക്കുന്നതോ ആക്ഷേപിക്കുന്നതോ ഒക്കെ വലിയ തെറ്റാണ്. അത് പരാതിപ്പെടേണ്ട ഒരു കാര്യമാണ് എന്ന് അവിടുത്തെ ഒരു വിദ്യാർത്ഥിക്ക് പോലും തോന്നിയിട്ടില്ലേ? തോന്നിയിട്ടുണ്ട്. പക്ഷേ എന്താ മനസ്സിലൊരു ഉൾഭയം, നമുക്ക് പരാതിപ്പെട്ടാൽ നാളെ നമ്മളുടെ ലൈഫ് എന്താവും എന്നുള്ളൊരു ഇത് വെച്ച് ആരും കംപ്ലൈന്റ് ചെയ്തിട്ടില്ല. നമ്മളിപ്പോ കംപ്ലൈന്റ് ചെയ്താലും പുള്ളിക്കാരൻ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത ദിവസം വരും. ആ ഉറപ്പ് അദ്ദേഹത്തിനും ഉണ്ട്, നമുക്കും ഉണ്ട്. അപ്പൊ നമ്മൾ പോയി കംപ്ലൈന്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് നമ്മളാരും എല്ലാം അങ്ങ് സഹിച്ച് ക്ഷമിച്ചങ്ങ് പോവുമായിരുന്നു ഇത്രയും നാളും. അപ്പൊ ആഷിക്ക്, ഞാൻ ഇന്ന് മനസ്സിലാക്കിയത് കോളേജ് മാനേജ്മെന്റ് ഈ സംസാരിക്കുന്ന വിദ്യാർത്ഥികളെ നിരീക്ഷിക്കുന്നുണ്ട് എന്നൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നോക്കി വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും വലിയ അനീതി അവിടെ നടക്കുമ്പോൾ, നിങ്ങളെപ്പോലെയുള്ള ആളുകൾ അധിക്ഷേപിക്കപ്പെടുമ്പോൾ ഭയങ്കര തെറ്റാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിട്ടും നിങ്ങൾ ആ അധിക്ഷേപത്തിനെതിരെ പരാതിപ്പെടാത്തതാണോ, അതോ പേടിച്ചതാണോ, പരാതിപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചതാണോ, അല്ലെങ്കിൽ ഭാവി പോകുമെന്ന് വിചാരിച്ചതാണോ? എന്താണ് ഈ അധിക്ഷേപം? ഇങ്ങനെ ഒരാൾ, എനിക്ക് തോന്നുന്നു അയാൾക്കൊന്നും ഒരു മാനസിക വൈകല്യം ഉണ്ട്, ഈ ഡോക്ടർ റാം എന്ന് പറയുന്ന ആൾക്ക്. അല്ലെങ്കിൽ കുട്ടികളോട് ഇത്രയും മോശമായ വാക്കുകൾ നിരന്തരമായി ഉപയോഗിക്കില്ലല്ലോ. അപ്പോൾ ഇയാളെ പോലെയുള്ള ആളുകൾക്ക് വളമായത് എന്താണ്? ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് ഇയർ വരുമ്പം തന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ സെക്കൻഡ് ഇയർ ടൈമിലാണ് ഞാനൊരു കേസ് കേട്ടത്. നമ്മളെ കോളേജിൽ തന്നെ നടന്നത്. എൻ്റെ ഒരു സീനിയർ ചേച്ചി, സീനിയർ ചേച്ചിയുടെ ഫാദറിൻ്റെ കൂടെ ബീച്ചിൽ ഇങ്ങനെ പോയത് ഒരു സ്റ്റാഫ് അവിടെ കണ്ടു. ആ സ്റ്റാഫ് വന്നിട്ട് ഈ ചേച്ചീനോട് ഇതിങ്ങനെ അന്വേഷിച്ചു. എൻ്റെ ഫാദറിൻ്റെ കൂടെയാണ് പോയതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ ചേച്ചിയുടെ ആറ്റിറ്റ്യൂഡ് അങ്ങ് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ചേച്ചീനെ 2.5 കൊല്ലാണ് അവിടെ ഇയർ ബാക്കിൽ ഇരുത്തിച്ചത്. ഈ പ്രാക്ടിക്കൽ ഫെയിലാക്കിയിട്ട്. തിയറി പാസ്സാവുന്നുണ്ട് ഈ ചേച്ചി, പക്ഷേ പ്രാക്ടിക്കലാണ് ഫെയിലാവുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് നമ്മൾ സ്വന്തം റിസ്കിൽ ഈ പ്രതികരിക്കുക? 9 വർഷത്തെ ഒരു ലിമിറ്റ് ഉണ്ട് ഈ കോഴ്സ്. ഇതിങ്ങനെ നീണ്ടു പോയാൽ നമ്മൾ അവിടെ ഇരിക്കത്തല്ലുള്ളൂ. 9 കൊല്ലം അവിടെ കോർട്ട് കേസ്, 9 കൊല്ലം അവിടെ വേണമെങ്കിൽ തളച്ചിടാം. വക്കീൽ കേസ് 9 കൊല്ലം വേണമെങ്കിൽ അവിടെ തളച്ചിടാം, ഒരു പ്രശ്നവുമില്ല. 9 കൊല്ലോളം എടുക്കുന്ന പിള്ളേരിപ്പോൾ ഉണ്ട്. അപ്പൊ അതൊരു പേടിയാണ്, ആർക്കും പേടിയാണ്, അതിൽ സംശയമൊന്നുമില്ല. അപ്പൊ അത് ഇത്തരത്തിലുള്ള ഒരു പേടിയുടെ അന്തരീക്ഷത്തിൽ എന്തും സഹിക്കാം, എന്തും ആയിക്കോട്ടെ, ഞങ്ങൾ സഹിച്ചോളാം, അങ്ങനെ നിങ്ങളൊക്കെ വിചാരിച്ചിരുന്നതാണോ? നമ്മൾ സത്യം പറഞ്ഞാൽ മരവിച്ചതാണ്. ഇത് ഇങ്ങനെ ഒന്നിക്കൽ നമ്മൾ ഫെയിൽ, ഇല്ലെങ്കിൽ നമ്മൾ സഹിക്കുക. ഇത് രണ്ടും ആകുമ്പോഴത്തേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി സഹിക്കാനല്ലേ ചൂസ് ചെയ്യും. അല്ല, ആ കോളേജിലെ മറ്റ് അധ്യാപകർക്കൊക്കെ ഇത് തെറ്റാണ് എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നില്ലേ? നല്ല ആളുകളും സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. വിദ്യാർത്ഥികളോട് ഇങ്ങനെയല്ല പെരുമാറേണ്ടത്, അവരെ ജാതി പറഞ്ഞോ നിറം പറഞ്ഞോ അവരുടെ ശരീരപ്രകൃതം പറഞ്ഞോ ഒന്നും അധിക്ഷേപിക്കരുത്, പേടിപ്പിക്കരുത്, ട്രോമാറ്റൈസ് ചെയ്യരുത് എന്നൊക്കെ ചിന്തിക്കാൻ കഴിയുന്ന അധ്യാപകരും ഉണ്ടാകേണ്ട ഒരു കോളേജാണത്. അതെ, അത് ശരിയാണ്. പക്ഷേ ഇദ്ദേഹം ഒരു HOD ആണ്, ഒരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഇയാൾക്ക് വേണമെങ്കിൽ എളുപ്പത്തിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പറ്റുന്ന സ്റ്റാഫുകളാണ് ബാക്കിയുള്ള സ്റ്റാഫുകൾ. അസോസിയേറ്റ് പ്രൊഫസർ ഡിസ്മിസ് ചെയ്യാം, ഈ റീഡർമാർ ഡിസ്മിസ് ചെയ്യാം. ഇദ്ദേഹം ഒരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ, ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആൾക്കാരെടുക്കുന്ന നമ്മളിത് പ്രതീക്ഷിക്കുമ്പം ഇതിൽ കൂടുതൽ നമ്മൾ പോകാൻ പറ്റുന്നത് പ്രിൻസിപ്പാളിനോടാണ്. പ്രിൻസിപ്പാളിനോട് നമ്മൾ 2 പ്രാവശ്യം കംപ്ലൈൻറ്റ് കൊടുത്തു. ഈ 2 പ്രാവശ്യം കംപ്ലൈൻറ്റ് കൊടുത്തപ്പോഴത്തേക്ക് ഈ പെയ്ഡ് സസ്പെൻഷൻ, അതായത് ഈ സസ്പെൻഷനിൽ ഇരിക്കുക, വെക്കേഷനിൽ പോയ പോലെ വീട്ടിൽ പോവുക, എന്നിട്ട് തിരിച്ചു വരിക, പൂർവാധിക ശക്തിയിലോട്ട് ഇങ്ങനെ തിരിച്ച് നമ്മൾ അതേപോലെ ടോർച്ചർ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ഓപ്ഷൻ മാനേജ്മെൻ്റ് ആണ്. ഈ മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക, മാനേജ്മെൻറ്റ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. മാനേജ്മെൻറ്റിൽ നിന്ന് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരാൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ല. മാനേജ്മെൻറ്റിൻ്റെ ഹെഡിനെ നമ്മൾ കണ്ടിട്ടില്ല. ഇവരെയൊന്നും കാണാറില്ല നമ്മളെ കോളേജിൽ. മാനേജ്മെൻറ്റിൽ നിന്ന് ഇന്നൊരാൾ വന്നത്, അവർ പറഞ്ഞത് എനിക്ക് ഇതിന് ആക്ഷൻ എടുക്കാൻ പവറില്ല, എനിക്ക് ഈ കാര്യങ്ങൾക്കൊന്നും ആക്ഷൻ എടുക്കാൻ പവറില്ല. ഇതൊക്കെ കേൾക്കുക, ഇതൊക്കെ എന്താ പറയുക,
അറിയിക്കുക എന്നെ മുകളിലുള്ള ആൾക്കാർക്ക്. അന്ന് ഈ മുകളിലുള്ള ആൾക്കാർ എന്തെങ്കിലും ആക്ഷൻ എടുക്കണ്ട്. മുകളിലുള്ള ആൾക്കാർ നമ്മളെ മുന്നിൽ അപ്പിയർ പോലും ചെയ്യുന്നില്ല. അത്രയും മോശമായ അന്തരീക്ഷമാണ്. ഞാൻ രണ്ടുപേരിലേക്കും വരാം. അലോഷ്യസ് സേവ്യർ കേശു. അലോഷ്യസ്, എന്താണ് ഈ കേരളത്തിലെ കോളേജുകളിൽ നടക്കുന്നത് എന്നുള്ളത് ആശ്ചര്യജനകമായ കാര്യമാണ്. എന്തായാലും ഞാനൊന്നും കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് അങ്ങനെ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഇതുപോലെ ആക്ഷേപം നേരിട്ട് പഠിക്കേണ്ടി വരിക, ഒരു തരത്തിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ എന്നതുപോലെ എന്ത് വരുമെന്ന് പേടിച്ച് കോളേജിലെ പ്രായപൂർത്തിയായ വിദ്യാർത്ഥികൾ കഴിയേണ്ടി വരിക, അങ്ങനെ അത്യധികമായ ജാതി നിന്നയാൽ ഒരാൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരിക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു കേരളത്തിൽ നിന്ന് നടക്കുമെന്ന തോന്നലിൽ പോലും ഇല്ലാത്ത കാര്യമാണ്. ഇത് ഒറ്റപ്പെട്ട ഒരു കോളേജിന്റെ കാര്യമായിരിക്കുമോ അലോഷ്യസ്? ഒരിക്കലുമല്ല ശ്രീ അഭിലാഷ്. കാരണം നമ്മൾ ഈ വിഷയങ്ങൾ ഒന്നിനു പുറകെ ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും നമ്മൾ ഈ വിഷയങ്ങളെപ്പറ്റി വളരെ ഗൗരവകരമായുള്ള ചർച്ചകൾ അത് മാധ്യമങ്ങളിലും മറ്റ് പൊതു ഇടങ്ങളിലെല്ലാം ഈ ചർച്ചകളെല്ലാം രൂപപ്പെട്ടു വരുന്നുണ്ട്. ഇപ്പോൾ ഈ നിതിൻ രാജിൻ്റെ ഈ ഒരു പ്രശ്നമുണ്ടായപ്പോൾ നിതിൻ രാജിന് മരണത്തിലേക്ക് എത്തുന്ന സാഹചര്യം വന്നതിന് ശേഷമാണ് ഈ വിദ്യാർത്ഥികൾക്കെല്ലാം സധൈര്യം ഈ വിഷയങ്ങളെപ്പറ്റിയും അല്ലെങ്കിൽ പ്രശ്നങ്ങളെപ്പറ്റിയും എല്ലാം പറയാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷം ഒരുങ്ങിയത്. ഇത് ആ ഒരു ക്യാമ്പസിൻ്റെ ഒറ്റപ്പെട്ട ഒരു വിഷയമായിട്ട് നോക്കിക്കാണുന്നില്ല. ഒരു വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ നമ്മളെല്ലാം വളരെ ഗൗരവത്തോടു കൂടി ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണ്. കേരളത്തിലെ മറ്റ് പല ക്യാമ്പസുകളിലും പ്രത്യേകിച്ച് മാനേജ്മെൻറ്റ് ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് ഗൗരവകരമാണ്. അതും ഈ വിദ്യാർത്ഥികൾക്ക് അത് പുറത്ത് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും രൂപപ്പെട്ടിരിക്കുന്ന ഈ വിദ്യാർത്ഥികളെ വലിയ രീതിയിലേക്ക് മാനേജ്മെൻറ്റുകളുടെ വലിയ രീതിയിലേക്കുള്ള ഭീഷണിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നെന്ന് പറയുന്നത് ഗൗരവത്തോടു കൂടി കാണേണ്ടുന്ന ഒരു പ്രശ്നമാണ്. അതിനെ വിദ്യാർത്ഥി സംഘടനകളും മറ്റ് എല്ലാവരും പൊതുസമൂഹവും എല്ലാവരും ചേർന്ന് ഇത്തരത്തിലേക്കുള്ള പുഴുക്കുത്തലുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ക്യാമ്പസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്വതന്ത്രമായി അവർക്ക് ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ അവരെ വലിയ രീതിയിലേക്കുള്ള ടോർച്ചർ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് എല്ലാ വിധത്തിലുമുള്ള പിന്തുണ കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നമുക്ക് പൊതുവായിട്ട് മാറേണ്ടതായിട്ടുണ്ട്. ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം മറ്റ് പല ക്യാമ്പസുകളിലെയും വിദ്യാർത്ഥികൾ നമ്മളെ ബന്ധപ്പെടുന്നുണ്ട്. സമാനമായിട്ടുള്ള രീതിയിലേക്കുള്ള പ്രതിസന്ധികൾ അവരുടെ ക്യാമ്പസുകളിൽ നേരിടുന്നു. അപ്പോൾ ഈ വിഷയത്തെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടന എന്ന രീതിയിൽ ഗൗരവത്തോടുകൂടി ഞങ്ങൾ നോക്കിക്കാണുകയാണ്. കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിൽ അത് സർക്കാർ ക്യാമ്പസുകളായിക്കൊള്ളട്ടെ സർക്കാർ ഇതര ക്യാമ്പസുകളായിക്കൊള്ളട്ടെ മാനേജ്മെൻറ്റ് ക്യാമ്പസുകളിൽ ഏത് ക്യാമ്പസുകളിലും വിദ്യാർത്ഥികൾക്ക് സമാനമായിട്ടുള്ള രീതിയിലേക്കുള്ള അതിക്രമങ്ങൾ വെല്ലുവിളികൾ ഭീഷണികൾ അധ്യാപകർ എന്ന് പറയുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ വേണ്ടി സംസ്ഥാന തലത്തിൽ നമ്മൾ അതിൻ്റെ സെല്ല് നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. രൂപീകരിച്ച് ഈ വിഷയങ്ങളെല്ലാം നമ്മൾ ഗൗരവത്തോടു കൂടി നോക്കിക്കാണുകയാണ് ശ്രീ അഭിലാഷ്. തീർച്ചയായിട്ടും. സയ്യിദ് മുഹമ്മദ് സാദിഖ്, രോഹിത് വെമുലയുടെ മരണം ഉണ്ടാകുമ്പോൾ ഒരു പതിറ്റാണ്ടിനും മുമ്പാണ്. അത് ഹൈദരാബാദിലാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉത്തരേന്ത്യയിൽ നടക്കും, ഡൽഹിയിൽ നടക്കും, അതല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിൽ നടക്കും. പക്ഷെ കേരളത്തിൽ ഇത് നടക്കും എന്ന് നമ്മളാരും കരുതുന്നില്ല. കാരണം ഇവിടെ നമ്മൾ വിചാരിക്കുന്നത് പ്രബുദ്ധമായൊരു നാടാണ്. ഇവിടുത്തെ വിദ്യാർത്ഥി അധ്യാപക ബന്ധം, ക്യാമ്പസുകൾ വളരെ സജീവമായിട്ടുള്ള അവകാശബോധമുള്ള വിദ്യാർത്ഥികളുള്ള സമൂഹം. അതുകൊണ്ട് കേരളത്തിൽ ജാതിയുടെ പേരിലോ നിറത്തിൻ്റെ പേരിലോ ഭാഷയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ ഒന്നും നിന്ദിക്കപ്പെടുകയോ ആ നിന്ദ മരണത്തിലേക്ക് എത്തുകയോ ഒന്നും ചെയ്യില്ല എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. ആ വിചാരം വളരെ തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടുകയാണ്. ഇവിടെ ഇപ്പോൾ ഒരാൾ ഒരു സമയത്ത് ഇങ്ങനെ ഒരു വെർബൽ അബ്യൂസിന് വിധേയമായി എന്നുള്ളതല്ല, ഈ കുട്ടി നിരന്തരമായി ജാതീയമായും അതുപോലെ തന്നെ നിറത്തിൻ്റെ പേരിലും അധിക്ഷേപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മറ്റ് പല വിദ്യാർത്ഥികളും അവരുടെ ബോഡിയുടെ പേരിലോ അവരുടെ നിറത്തിൻ്റെ പേരിലോ ഒക്കെ ഇങ്ങനെ അധിക്ഷേപം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്നതാണ്. പുറത്തു പറയാൻ പേടിയാണെന്ന് ആ കുട്ടികൾ പറയുന്നു. അങ്ങനെ പുറത്തു പറഞ്ഞാൽ 9 കൊല്ലം ഇവിടെ കിടന്ന് നരകിക്കേണ്ടി വരും, ഇതിനകത്തുനിന്ന് പുറത്ത് കിടക്കാൻ പറ്റില്ല. അങ്ങനെ പുറത്ത് കിടക്കാൻ പറ്റാത്ത ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പായിട്ട് ഒരു ക്യാമ്പസിനെ ഉണ്ടാക്കി വെക്കും. കേരളത്തിൽ നിന്ന് നമ്മളാരും പ്രതീക്ഷിക്കുന്നതല്ല. എന്തുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകളൊക്കെ വളരെ സജീവമായിട്ടുള്ള കേരളത്തിൽ ഇതൊക്കെ നടക്കുന്നു? ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോളൂ. താങ്കൾ പരാമർശിച്ചതുപോലെ വളരെ ഗൗരവതരമായി വളരെ ആശങ്കയോടുകൂടി കേരളീയ പൊതുസമൂഹവും കേരളീയ മനസാക്ഷിയും വിലയിരുത്തേണ്ട ഒരു പ്രശ്നമാണ് അഞ്ചരക്കണ്ടി ഗവൺമെൻറ് ഡെൻ്റൽ മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ. നിതിൻ രാജ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ അപഹരിക്കപ്പെട്ടിരിക്കുകയാണ്. ജാതിയാണ് പ്രശ്നമായി നമ്മുടെ മുന്നിൽ നാം ഇപ്പോൾ പരിഗണിക്കുന്നത്. ജാതിയാണ് പ്രശ്നം. ജാതിയും നിറവും വിദ്യാർത്ഥി അവകാശബോധവും എല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കോണ്ടെക്സ്റ്റ് ഇവിടെ രൂപപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ വളരെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സ്വാശ്രയ സ്ഥാപനങ്ങളിൽ ഗവൺമെൻറ്
സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രൊഫഷണൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന എഞ്ചിനീയറിംഗ് മെഡിക്കൽ മേഖലയിലെല്ലാമുള്ള സ്വാശ്രയ കോളേജുകളിൽ പലയിടങ്ങളിലും വളരെ ദയനീയമാണ് സ്ഥിതിഗതികൾ എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. കാരണം സാധാരണ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലോ ഗവൺമെൻറ് മേഖലയിലുള്ള പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലോ ഉള്ളതുപോലെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങൾക്കുള്ള എന്തെങ്കിലും ഒരു സാധ്യതയോ സാഹചര്യമോ സ്വാതന്ത്ര്യമോ ഇത്തരം സ്വാശ്രയ കോളേജുകളൊന്നും അനുവദിക്കുന്നില്ല. വിദ്യാർത്ഥി യൂണിയനുകൾ വേണ്ട നിലയിൽ സംഘടിപ്പിക്കപ്പെടുന്നില്ല. വിദ്യാർത്ഥികളെ അവകാശബോധമുള്ളവരാക്കുന്നതും കോ കരിക്കുലർ ആക്ടിവിറ്റിയുടെ ഭാഗമാക്കുന്നതുമായ സംവിധാനങ്ങൾ പലപ്പോഴുമില്ല. ഇൻറ്റേർണൽ കംപ്ലൈൻറ്റ് സെല്ലുകൾ അവിടെ രൂപീകരിക്കപ്പെടുന്നില്ല. ഇത്തരം സ്വാശ്രയ മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മാനേജ്മെൻറ്റ് പ്രതിനിധികളും അധ്യാപകരും വളരെ ധിക്കാരപൂർവമായി ഏകപക്ഷീയമായി വിദ്യാർത്ഥികളെ ഇൻറ്റേർണലിൻ്റെ പേര് പറഞ്ഞ് അറ്റൻഡൻസിൻ്റെ പേര് പറഞ്ഞ് അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഭയപ്പെടുത്തി കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ എന്നുള്ള നിലയിൽ ഇത്തരം ക്യാമ്പസുകളെ കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നുള്ളത് വലിയ ദയനീയമായ ഒരു അവസ്ഥയായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. നിതിൻ രാജിൻ്റെ മരണം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം കേരളത്തിലെ ക്യാമ്പസുകളിൽ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇനിമേൽ ഇങ്ങനെ ഒരു കുട്ടിയുടെ ജീവൻ അപഹരിക്കപ്പെടാതിരിക്കണമെങ്കിൽ അതിശക്തമായ ജാഗ്രത നമ്മൾ വെച്ച് പുലർത്തണം. ക്യാമ്പസിൽ പഠിക്കുന്നൊരു വിദ്യാർത്ഥിയോട് നീ ഇന്ന ജാതിക്കാരനാണ് എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നിറത്തിൻ്റെ പേരിൽ ബോഡി ഷേപ്പ് ചെയ്യപ്പെടുമ്പോൾ, വർണ്ണത്തിൻ്റെ പേരിൽ പുച്ഛിക്കപ്പെടുമ്പോൾ, ഇൻറ്റേർണൽ മാർക്കുകൾ തരില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ, ആ നിലയിലുള്ള അധിക്ഷേപങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് പ്രതികരിക്കാൻ, സാർ ഇത് ശരിയല്ല, താങ്കളുടെ ഭാഷ ശരിയല്ല, താങ്കളുടെ രീതി ശരിയല്ല, ഈ നിലയിൽ പോയാൽ അത് വിദ്യാർത്ഥികൾ അതിശക്തമായ സമരത്തിലേക്ക് മുന്നോട്ട് പോകാൻ കാരണമാകും, ഞങ്ങൾ സമരം ചെയ്യും എന്ന് പറയാനുള്ളൊരു സംഘടിത ശേഷി കേരളത്തിലെ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് പലയിടത്തും ഇത്തരത്തിലുള്ള അധ്യാപകരുടെയും മാനേജ്മെൻറ്റുകളുടെ ധൈര്യം. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പുതിയ ഉണർവ് കേരളത്തിലെ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാവുകയും വിദ്യാർത്ഥി സംഘടനാ സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടുകയും വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഇന്നലെ ഒട്ടുമിക്ക വിദ്യാർത്ഥി സംഘടനകളെല്ലാം ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് നടത്തുകയുണ്ടായി. SFIയും അതിശക്തമായ മാർച്ച് നടത്തി. ഞങ്ങളുടെ മാർച്ചിൽ ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ അണിനിരന്നു. ഞങ്ങൾ SFIയുടെ യൂണിറ്റ് രൂപീകരിച്ചിരിക്കുകയാണ്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ അതിശക്തമായ പ്രവർത്തനം ഭാവിയിൽ നടത്തും. ഇന്ന് ഞങ്ങളൊരു ഹെൽപ്പ് ഡെസ്ക് ഫോം ചെയ്തിരിക്കുകയാണ്. 14 ജില്ലകളിലും മെഡിക്കോസ്, ടെക്നോസ്, ലോക്കോസ് ഉൾപ്പെടെയുള്ള മേഖലകളിലും പ്രത്യേകം ഹെൽപ്പ് ഡെസ്ക് നമ്പറുകൾ വെച്ച് വിദ്യാർത്ഥികൾ നേരിടുന്ന ഇത്തരം പ്രശ്നങ്ങളെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ശക്തമായി ഞങ്ങൾ ഇടപെടുമെന്ന് SFI വിദ്യാർത്ഥി സംഘടനകളും ഇടപെടേണ്ട വിഷയമാണ്. വിദ്യാർത്ഥി സംഘടനകൾക്കും ഇക്കാര്യത്തിൽ പങ്ക് വഹിക്കാനുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ശ്രീ രാഹുൽ ഈശ്വർ, സാധാരണ കോളേജുകളിലൊക്കെ ആന്റി റാഗിംഗ് സെല്ലുകളൊക്കെ ഉള്ളതാണ്. ഇവിടെ ഈ ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഈ ഡോക്ടർ റാം ആയിരുന്നു എന്ന് മാത്രമല്ല, വിദ്യാർത്ഥികൾ, സീനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയ അനുഭവങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഇവിടെ അധ്യാപകർ കുട്ടികളെ റാഗ് ചെയ്യുക എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അധ്യാപകരുടെ റാഗിങ്, അതും ഏറ്റവും ക്രൂരമായ വിധത്തിലുള്ള ടോർച്ചർ ഉണ്ടാവുന്നു. മറ്റ് വിദ്യാർത്ഥികളെ കൊണ്ട് ഒരു വിദ്യാർത്ഥിയെ തല്ലിക്കുക പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നു. ശിക്ഷാ നടപടികളുടെയൊക്കെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ് ഈ കണ്ണൂർ ഡെന്റൽ കോളേജിൽ നിന്ന് കേൾക്കുന്നത്. ഇത് ആശ്ചര്യമുണ്ടാക്കുന്നുണ്ടോ? കുറേയൊക്കെ ആശ്ചര്യം ഉണ്ടാക്കേണ്ട കാര്യം തന്നെയാണ്. കാര്യം നമ്മുടെ കേരളം ജാതി, മതം, രാഷ്ട്രീയം തുടങ്ങിയ സെൻസിറ്റീവായ വിഷയങ്ങളിൽ നമ്മൾ രാഷ്ട്രീയ പ്രബുദ്ധത വലിയൊരളവ് വരെ കൈവരിച്ചിട്ടുണ്ട്. മതസൗഹാർദ്ദത്തിന് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ അബോധ തലത്തിൽ ജാതീയതയും മറ്റ് പല ലെവലിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കാസ്റ്റീസം നമ്മുടെ സമൂഹത്തിൽ ചിലപ്പോഴെങ്കിലും ഉണ്ട്. ഇതൊക്കെ കൊണ്ടാണല്ലോ സ്വാമി വിവേകാനന്ദൻ നമ്മളെ ഭ്രാന്താലയം എന്ന് വിളിച്ചത്. നിങ്ങൾ മലയാളീസ് ആർ ലുനാറ്റിക്സ് ആൻഡ് ദ പ്ലേസ് യു സ്റ്റേ ഈസ് എ ലുനാറ്റിക് അസൈലം എന്ന് സ്വാമി വിവേകാനന്ദനെ പോലെ ഒരു ലോകജ്ഞാനിയായ വ്യക്തി എന്ന് പറയുന്നതിൻ്റെ റീസൺ അബോധ തലങ്ങളിൽ പലപ്പോഴും ഉണ്ട്. ഞാൻ ആർച്ചടക്കമുള്ള പലരുടെയും പല TV ബൈറ്റ്സും കേൾക്കും ഉണ്ടായി. ശരിക്കും ഭയങ്കര വിഷമം തോന്നി, വേദന തോന്നി. കാര്യം കുട്ടികളെ നിറത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ തടിയുടെ പേരിൽ, അല്ലെങ്കിൽ മറ്റ് പലതിൻ്റെയും പേരിൽ അങ്ങനെ അധിക്ഷേപിക്കുക, തട്ടമിട്ട കുട്ടിയോട് മോശമായി പറയുക തുടങ്ങിയ പല കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നത് അത്യധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു വിവേചനപരമായ സ്വഭാവം ആരിൽ നിന്നും ഉണ്ടാകരുത്. റാം എന്ന പേരും രാവണന്റെ സ്വഭാവമാവുന്നത് ഒരു കാരണവശാലും ശരിയാകില്ല. ഇപ്പം ലോൺ ആപ്പ് അടക്കം വ്യത്യസ്ത വേർഷൻസ് വരുന്നുണ്ട്. കൂടുതൽ സത്യം വരട്ടെ. ഇനിയും ശ്രീ റാമിന്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായും കേരളീയ പുസ്തകം അത് കേൾക്കണം, സംശയമില്ല. പക്ഷേ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്രയധികം കുട്ടികൾ വന്ന് പറയുമ്പോൾ നമുക്കതിനെ മാനിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. ഒരു പൊതുസമൂഹം എന്ന രീതിയിൽ നമ്മുടെ യുവാക്കൾക്കോ യുവതികളും ഇത്രയധികം ആൾക്കാർ അവരുടെ കരിയറോ അല്ലെങ്കിൽ അവരുടെ കോളേജിലെ പഠനത്തിന്റെ കാര്യം കൂടി റിസ്ക് എടുത്തുകൊണ്ട് പറയുമ്പോൾ അതിനൊരു വലിയ വില നൽകേണ്ട ആവശ്യം വളരെ ശക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രോഹിത് പൂമിലെ അടക്കം പല ആൾക്കാരും
കാസ്റ്റീസത്തിന്റെ ഇഷ്യൂ നമ്മുടെ നാട്ടിൽ ഫേസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ശ്രീ അഭിലാഷ് തുടങ്ങിയതുപോലെ ഇന്ന് അംബേദ്കറിന്റെ ജന്മദിനം കൂടിയാണ്. ബാബാ സാഹേബ് അംബേദ്കർ എന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാൾ. അദ്ദേഹത്തിന്റെ പാതയിലൂടെ പോയി ഇതിന് പരിഹാരം കാണാം. അനൈലേഷൻ ഓഫ് കാസ്റ്റ്. ഗാന്ധിയുടെ പാതയിൽ പോയി പരിഹാരം കാണാം. ഹാർമണൈസേഷൻ ഓഫ് കമ്മ്യൂണിറ്റീസ്. ഏത് പാതയിലൂടെ ആണെങ്കിലും നമ്മൾ ഇതിനെയും ഒരുപാട് ദൂരം മുമ്പോട്ട് പോകാനുണ്ട്. ശ്രീനാരായണ ഗുരുദേവന്റെയും മന്നത്വരാമന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും നാടാണ് നമുക്ക് അഭിമാനം കൊള്ളാറുണ്ട്. പക്ഷേ ഇനിയും നമ്മൾ ഒരുപാട് ദൂരം മുമ്പോട്ട് പോകാനുണ്ടെന്നും പലതരത്തിലുള്ള വിവേചനങ്ങൾ, കാസ്റ്റീസം ആകട്ടെ, ബോഡി ഷെയ്മിംഗ് ആകട്ടെ, കമ്മ്യൂണലിസം ആകട്ടെ, ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഇനിയും അതിജീവിച്ച് ഒരുപാട് ദൂരം മുമ്പോട്ട് പോകാനുള്ള എന്നൊരു ഉണർത്തുകൂടിയാണ്, ഇതൊരു റിമൈൻഡർ കൂടിയാണ്. അതിന് വിദ്യാർത്ഥി സംഘടനകൾ, വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, കോൺഗ്രസ്, CPM, BJP അടക്കം എല്ലാ പ്രസ്ഥാനങ്ങളും തീർച്ചയായും ശ്രമിക്കണം. ഒരു ആധുനിക സമൂഹത്തിൽ കേരളത്തിന്റെ തല താഴ്ത്തുന്ന കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. അതിന് ഏതെങ്കിലും ഒരു ജാതിയോ മറ്റു ജാതിയോ ഒന്നും കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല. നമ്മുടെ സമൂഹത്തിൽ രൂഢമൂലമായി കിടക്കുന്ന വിഭാഗീയതയുടെയോ ജാതീയതയുടെയോ ഒക്കെ പ്രശ്നങ്ങളാണ്. അപ്പൊ അതിനെ അതിജീവിക്കാൻ നമുക്ക് കഴിയട്ടെ. അത് വ്യത്യസ്ത പാതകളിലൂടെ ആകാം. അത് മഹാത്മാ ഫൂലെയുടെ പാതയിലൂടെ ആകാം, ശ്രീനാരായണ ഗുരുദേവന്റെ പാതയിലൂടെ ആകാം, അംബേദ്കർജിയുടെ പാതയിലൂടെ ആകാം, ഗാന്ധിജിയുടെ പാതയിലൂടെ ആകാം. പക്ഷെ ഏത് പാതയിലൂടെ ആണെങ്കിലും ഇന്ത്യൻ സമൂഹത്തെ ആഴ്ന്ന് ചൂഴ്ന്നു നിൽക്കുന്ന ഈ കാസ്റ്റീസം, ജാതികൾ എന്നും ഉണ്ടാവും, സമുദായങ്ങൾ ഉണ്ടാവും, പക്ഷെ ജാതീയത, ഉച്ചനീചത്വം, അതിനെ മറികടക്കാൻ ഒരു ഫ്രെയിംവർക്ക് ആവശ്യമാണ്. UGC ഒക്കെ അങ്ങനെ ഒരു സമാനമായ ഫ്രെയിംവർക്ക് കൊണ്ടുവന്നിരുന്നു. UGCയുടെ കണക്ക് പ്രകാരം 112% അങ്ങനെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ വർദ്ധിച്ചു. 378 കേസുകൾ എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ അതിനൊരു സെൻസ് ഓഫ് ബാലൻസ് ഇല്ലാത്തതുകൊണ്ടാണ് സുപ്രീം കോടതി തടഞ്ഞത്. സുപ്രീം കോടതിയിലേക്ക് അത് പോയപ്പോൾ ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ ഫോർവേഡ് കമ്മ്യൂണിറ്റി സ്റ്റുഡൻസിന് അത് അൺഫെയർ ആയി തോന്നുന്നു എന്നുള്ളത് കൊണ്ടാണ് സുപ്രീം കോടതി തടഞ്ഞത്. അപ്പൊ ഇതൊരു ബാലൻസ് വേണം എന്ന കാര്യം മാത്രമേ അഭ്യർത്ഥിക്കാനുള്ളൂ. ശരി ആർച്ച, സാധാരണ നിലയിൽ ഈ കലാലയങ്ങളിൽ ഹരാസ്മെന്റ് പ്രിവെൻഷൻ സെന്ററുകൾ, അതുപോലെ തന്നെ സെല്ലുകളൊക്കെ ഉണ്ടാവാറുണ്ട്, ഇന്റേണൽ കംപ്ലൈൻറ്റ്സ് കമ്മിറ്റികൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള പരിശോധന, ഒരു ഇന്റേണൽ മെക്കാനിസം എന്നുള്ള നിലയിൽ തന്നെ ചിലപ്പോൾ ഒക്കെ ഉണ്ടാവാറുണ്ട്. അതിൽ ഗൗരവമായ പരാതികളൊക്കെ ഉണ്ടെങ്കിലാണ് പുറത്തേക്കൊക്കെ പോവുക, അല്ലെങ്കിൽ പോലീസിലേക്കും മറ്റ് സംവിധാനങ്ങളിലേക്കൊക്കെ പോവുക. നിങ്ങളുടെ കോളേജിനെ സംബന്ധിച്ച് ഈ ഹരാസ്മെന്റ് പ്രിവെന്റ് ചെയ്യാനോ റാഗിങ് തടയാനോ ഒന്നുമുള്ള ഒരു സംവിധാനങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണോ? അവിടെ എല്ലായിടത്തും ഫ്ലെക്സിങ് വെച്ചിട്ടുണ്ട്, ആന്റി റാഗിങ് സ്ക്വാഡ് നമ്പേഴ്സ് എല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്താലും അവരിനി പറയാൻ പോകുന്ന ഇതായിരിക്കും, റാഗിങ് അല്ലേ, അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല എന്ന രീതിക്ക് സംസാരിക്കത്തുള്ളൂ. പിന്നെ നമ്മുടെ കോളേജിൽ ഇതുവരെ ഞാൻ പോയതിനു ശേഷം വലിയ റാഗിങ് കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. ആദ്യമൊക്കെ സ്റ്റുഡൻസിന്റെ സീനിയേഴ്സിന്റെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ചോദിക്കും, അങ്ങനെ അത്രയും മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഫ്രഷേഴ്സ് കഴിഞ്ഞതിന് ശേഷം അതുമില്ല. പക്ഷെ ഒരു ആന്റി റാഗിങ് സ്ക്വാഡ് ആയിട്ട് എനിക്കറിയില്ല, അങ്ങനെ ഒരു സ്ക്വാഡ് ഉണ്ടോന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഇതുവരെ അതിനെപ്പറ്റി കേട്ടില്ല. എനിക്ക് കുറച്ച് പേര് നെയിംസ് അറിയാം ടീച്ചേഴ്സിനെ, പക്ഷെ അവര് തന്നെ റാഗ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ടീച്ചേഴ്സ് തന്നെ കുട്ടികളെ റാഗ് ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് വലിയ അത്ഭുതം. ഈ ടീച്ചേഴ്സ് കുട്ടികളെ റാഗ് ചെയ്യുക, അല്ലെങ്കിൽ ടീച്ചേഴ്സ് കുട്ടികളോട് മോശമായി പെരുമാറുക, മാത്രമല്ല കുറേ കംപ്ലൈൻറ്റ് കേട്ടു. ഒരുപാട് പേജുകൾ എഴുതിക്കുക, ഇമ്പോസിഷൻ എഴുതിക്കുക, 20,000 രൂപയൊക്കെ വിലയുള്ള പുസ്തകങ്ങൾ വാങ്ങിപ്പിക്കുക. അപ്പോൾ ഏത് വിധേനയും കുട്ടികളെ ട്രോമയിലേക്ക് തള്ളിവിടുക എന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ കുട്ടികളെ ട്രോമാറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു എന്നുള്ളത് എന്താ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അറിയില്ല. അത് സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിലെ ഒരു ഓർത്തോ ഡിപ്പാർട്ട്മെന്റിലെ HOD ആണത്. പുള്ളിക്കാർ ഇങ്ങനെയാ, എന്തെങ്കിലും ദേഷ്യം അല്ലെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കുന്ന 20,000 ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കുക, ടെക്സ്റ്റ് ഫുൾ എഴുതുക. ഇപ്പൊ മൂഡില്ല, എനിക്ക് ഇപ്പൊ എക്സാം എഴുതാൻ മൂഡില്ല, നീ എക്സാം എഴുതണ്ട എന്നങ്ങ് പറയാ. യൂണിവേഴ്സിറ്റി എക്സാം, ഇന്റേണൽ എക്സാം അല്ല, യൂണിവേഴ്സിറ്റി എക്സാംസ് എഴുതിപ്പിക്കാതിരിക്കുക. ഇതൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ എന്തുകൊണ്ട് ഇവരിങ്ങനെ ചെയ്യും? അത് കുറച്ച് എനിക്ക് തോന്നുന്നു ഏജ്ഡ് ആയിട്ടുള്ള സാറന്മാരാ, കുറച്ചും കൂടെ നല്ല രീതിക്ക് നിൽക്കുന്ന സാറന്മാർ ഉണ്ട്. പക്ഷെ എങ്കിലും ഏജ്ഡ് ആയിട്ട് സാറന്മാർക്ക് ഇപ്പൊ റാം സാറിനെ പോലുള്ള ആൾക്കാരൊക്കെ അവരെങ്ങനെ എങ്ങനെ കുട്ടികളെ ടാർഗറ്റ് ചെയ്ത് അവരെങ്ങനെ ട്രോമയിലാക്കാം, അവരെങ്ങനെ വിഷമിപ്പിക്കാം, അവരെങ്ങനെ ഡിപ്രഷനിലാക്കാം എന്നുള്ള രീതി നോക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ചുമ്മാ കുട്ടികളെ ടോർച്ചർ ചെയ്യാം. അതൊരു രീതിയായിട്ട് അവിടെ മാറിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇപ്പോൾ ഒരാളല്ല, രണ്ടാളല്ല, നിരന്തരമായി കുട്ടികൾ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നു. അതിൽ തന്നെ നിതിൻ രാജിനെ പോലെയുള്ള ഒരാൾ അവസാനം സഹിക്ക വയ്യാതെ ജീവൻ ഒടുക്കുക എന്ന നിലയിലേക്ക് എത്തുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപാട് അക്കാര്യത്തിൽ കൺസേൺ ഉണ്ട്. ഒരു കോളേജ് എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് അധ്യാപകരുടെ ഈ മോശം പെരുമാറ്റത്തെക്കുറിച്ച് നിങ്ങൾ വിദ്യാർത്ഥികൾ ആരോടും കംപ്ലൈൻറ്റ് ചെയ്തിരുന്നില്ലേ? ഇല്ല, ഞങ്ങളിപ്പോ ഫസ്റ്റ് ഇയേഴ്സ് ആണ്, ഞങ്ങൾ വന്നിട്ട് 6 മാസം ആയിട്ടുള്ളൂ. ഞങ്ങൾ ആരും കംപ്ലൈന്റ് ചെയ്തിട്ടില്ല ഇതുവരെ. സീനിയേഴ്സ് ബാച്ച് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു, പക്ഷെ ഞങ്ങൾ ആരും കംപ്ലൈന്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് പേടിയായിരുന്നു എന്താ ഇനി അടുത്ത ചെയ്യാൻ പോകുന്നേ. ഇപ്പം ഞാൻ HOD എന്നൊക്കെ പറഞ്ഞു, എനിക്കറിയില്ല ഇനി കോളേജിൽ ചെല്ലുമ്പോൾ അവരെന്നെ ടാർഗറ്റ് ചെയ്യോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്കിത് പറയണം. ഇനി എന്തായാലും ഇത് മറച്ചു വെച്ചിട്ട് ഒന്നും കാര്യമില്ല തോന്നി.
ഇനിയിപ്പോ മാനേജ്മെന്റ് എനിക്കൊരു എന്ത് ആക്ഷൻ എടുത്താലും എനിക്ക് ഓക്കെ, കുഴപ്പമില്ല. ഇത് എല്ലാ കുട്ടികൾക്കും വേണ്ടിയാണ് ഇപ്പൊ സംസാരിക്കുന്നത്, എനിക്ക് വേണ്ടി മാത്രമല്ല, എന്നെ പഠിപ്പിക്കാനും ഇല്ല എനിക്ക്. പക്ഷെ ഇങ്ങനെയൊക്കെ ചേച്ചിമാരൊക്കെ വന്നിങ്ങനെ കരയുന്നതും എക്സാം എഴുതിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ട്രോമ. ഇനി അടുത്ത വർഷം ഞങ്ങളാണ് ആ സ്ഥാനത്ത് പോകേണ്ടത്, അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഞങ്ങൾ ആരോട് പോയി കംപ്ലൈന്റ് പറയും എന്നൊക്കെ ഒരു പേടി ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഞങ്ങൾ പിന്നെ എങ്ങനെ കംപ്ലൈന്റ് ചെയ്യാനാ? നമുക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ആരോട് കംപ്ലൈന്റ് ചെയ്യാനാ? നമുക്ക് കംപ്ലൈന്റ് ചെയ്യാൻ പേടിയായിരുന്നു. അവര് തന്നെ അപ്പൊ അറിയും ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്തു, അപ്പൊ ആ ടാർഗറ്റ് വീണ്ടും വീണ്ടും കൂടത്തേ ഉള്ളൂ. ഈ എക്സാം എഴുതാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ, ഇപ്പോൾ എക്സാം യൂണിവേഴ്സിറ്റി എക്സാം ആണ്, ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത എല്ലാ വിദ്യാർത്ഥികൾക്കും എക്സാം എഴുതാമല്ലോ. എക്സാം എഴുതുന്നതിൽ നിന്ന് എങ്ങനെയാണ് തടയുന്നത്? അതുപോലെ ഇന്റേണൽ അസസ്മെന്റ് കുറച്ചിടുക, വൈവയിൽ സ്വാധീനം ചെലുത്തി വൈവയിൽ തോൽപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾ ഉണ്ടെന്ന് അവിടുന്ന് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഉണ്ട്, അതെല്ലാം സത്യം തന്നെയാണ്. പ്രാക്ടിക്കൽ എക്സാം ഇന്റേണൽ എക്സ്റ്റേണൽ കാണും. അപ്പം ചിലപ്പം എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന ആ ഇന്റേണൽ ആളിന്റെ ഫ്രണ്ട് തന്നെ ആയിരിക്കാം. ഇപ്പൊ റാം സാറിന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നതെന്ന് പറയുന്നത്. എനിക്കിത് യൂണിവേഴ്സിറ്റി എക്സാം ഞാൻ ഇത് അറ്റൻഡ് ചെയ്യില്ല, എന്റെ ഫസ്റ്റ് ഇയർ ആയിട്ട് അറ്റൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ എക്സ്റ്റേണൽസ് വരുമ്പം ഫ്രണ്ട്സാ വരുന്നത്, തോപ്പിക്കും, അങ്ങനെ ഒരു ടോക്ക് ഉണ്ട്. അതൊക്കെ പക്ഷേ സത്യമാണെന്ന് ഇപ്പൊ അറിയുന്നത് എല്ലാം. ഓക്കെ, ആഷിക്ക് അങ്ങനെ വിദ്യാർത്ഥികളെ, അതായത് ഇഷ്ടമില്ലാത്ത വിദ്യാർത്ഥികളെ തോൽപ്പിച്ച് അവിടെ കിടത്തിയിട്ടുണ്ടോ? ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ എൻ്റെ ഒരു സഹപാഠി തിയറി എക്സാം എഴുതിയിട്ടുണ്ട്. അവൻ 42 മാർക്ക് തിയറി എക്സാമിൽ മേടിച്ചിട്ടുണ്ട്, 42 മാർക്ക്. പക്ഷെ അവൻ്റെ റിസൾട്ട് വന്നത് ഫെയിൽഡ് എന്നാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് അവൻ്റെ ഇൻറ്റേർണൽസ് മിനിമം മാർക്ക് 4 ആണ്. 4 ഉണ്ടെങ്കിൽ നമ്മൾ 37 മാർക്ക് മേടിക്കണം ജയിക്കാൻ. 5 ഉണ്ടെങ്കിൽ 35 മതി. അപ്പോൾ ഇതിൽ ഇവന് ഇട്ടുകൊടുത്തത് 3 ആണ്, ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് 3. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവൻ 42-43 മാർക്കെന്നോ മേടിച്ചിട്ടാണെങ്കിലും അവൻ ഫെയിലായി. എന്നിട്ട് അടുത്ത ദിവസം ഈ ഡിപ്പാർട്ട്മെൻറ്റിലത്തെ സ്റ്റാഫുകൾ വന്നിട്ട് അവനോട് തന്നെ ചോദിക്കുക, അയ്യോ നീ ഫെയിലായോ, നമ്മൾ അറിഞ്ഞില്ല, നീ എന്ത് പറ്റി, നീ എങ്ങനെ ഫെയിലായി എന്നല്ലോ. അവർക്ക് എടുത്താൽ കാണാൻ പറ്റുന്നതേ ഉള്ളൂ, ഇവന് ഈ തിയറി മാർക്കിൽ 42 മാർക്കുണ്ട്, ഇൻറ്റേർണൽ മാർക്കിലാന്ന് കുറവെന്ന്. നമുക്ക് നമ്മളിതിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുന്നേ പറയേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു നൂലുമലാന്ന് സഞ്ചരിക്കുന്നത് നമ്മൾ ഈ സ്റ്റുഡൻസ്. ഈ ഏത് നിമിഷം വേണമെങ്കിലും, അതായത് അത്രയ്ക്കും ഇതായില്ലത്. നമ്മൾ ഇത്രയും നാൾ സംസാരിച്ചില്ല, നമ്മൾ ഇത്രയും നാൾ സംസാരിക്കാണ്ടിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും നാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ, കൂടിപ്പോയാൽ ഇവരെന്ത് ചെയ്യും, കൊന്നു കളയൊന്നുമില്ലല്ലോ. പക്ഷേ വെള്ളിയാഴ്ച അങ്ങനെ ഒരു സംഭവം കാരണം ഒരു മരണം സംഭവിച്ചു. ഇപ്പോൾ നമ്മൾക്ക് ഈ മരണം സംഭവിച്ചപ്പോൾ ഈ മീഡിയ കവറേജും ഈ പല സംഘടനകളും നമ്മളെ സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇപ്പം മുന്നോട്ട് വരാൻ പറ്റിയത്. ഇപ്പോൾ തിങ്കളാഴ്ച മൊത്തം നമുക്ക് മാർച്ചുകൾ ഉണ്ടായിരുന്നു, പല സംഘടനയുണ്ട്, KSUവിൻ്റെ, MSFൻ്റെ, SFIൻ്റെ, ABVPൻ്റെ, മഹിളേൻ്റെ എല്ലാം മാർച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ധൈര്യമായി. മീഡിയക്കാർ വന്നപ്പോഴത്തേക്ക് കുറച്ചും കൂടി ധൈര്യമായി. ഇന്നിപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റ് നമ്മളോട് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെട്ടപ്പോഴത്തേക്ക് നമുക്ക് പിന്തുണയായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ SFIയുടെ നന്ദജ് എന്ന് പറയുന്നൊരു പ്രവർത്തകൻ അവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമുക്കിങ്ങനെ മെല്ലെ മെല്ലെ നമുക്ക് ഒരു ധൈര്യം ഉണ്ടാക്കി തരികയാണ്. ഇതേ സപ്പോർട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഇപ്പം എൻ്റെ മുഖം ന്യൂസിൽ വന്നു, ഇതേപോലെ എൻ്റെ സഹപാഠിയായ ഷാലോമിൻ്റെ വന്നു, നയനേൻ്റെ വന്നു, അമിത്തിൻ്റെ വന്നു, അങ്ങനെ പല ആൾക്കാരുടെ വന്നു. ഇന്നിപ്പോൾ എൻ്റെ പല സഹപാഠികളുടെയും മുഖം വന്നു. നാളെ നമുക്ക് പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ, അതായത് നാളെ നമ്മളെ ഫെയിൽ ആവരുത്, ഇല്ല നാളെ നമ്മൾ ഈ പേരിൽ ഇന്റേണൽസ് കുറക്കരുത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ സപ്പോർട്ട് തുടർന്നും വേണ്ടി വരും. സംസാരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വല്ല ഭീഷണി ഉണ്ടോ ആഷിക്ക്? ഈ മീഡിയക്കാരും സംഘടനക്കാരും ഒക്കെ ഇപ്പൊ പോവും, ബാക്കി നിങ്ങൾ ഇവിടെ തന്നെ പഠിക്കേണ്ടവരാണ്, കാണിച്ചു തരാം എന്ന മട്ടിൽ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? സംസാരിക്കുന്നില്ല. അത് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കണം എന്നില്ലല്ലോ. നാളെ ഒരു എക്സാം വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പ്രാക്ടിക്കലി മാർക്ക് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതല്ലേ ഉള്ളൂ. പക്ഷേ നിങ്ങളിപ്പോൾ എന്തായാലും ഇപ്പോൾ നേരത്തെ ആർച്ച പറഞ്ഞതുപോലെ, ഇനി എനിക്കെന്ത് സംഭവിച്ചാലും ഈ കാര്യങ്ങൾ പറയണം, പറഞ്ഞേ പറ്റൂ, നാട്ടുകാരറിയണം, ഞങ്ങളിവിടെ അനുഭവിച്ചത് എന്തൊക്കെയാണ്, അനുഭവിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് ജനങ്ങളും സമൂഹവും ഒക്കെ അറിയട്ടെ എന്ന ഒരു നിർബന്ധ ബുദ്ധി അതിപ്പോൾ മിക്കവാറും വിദ്യാർത്ഥികൾക്കൊക്കെ അവിടെ ഉണ്ടോ? ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇപ്പോ ഫസ്റ്റ് ഇയറിൽ ഇപ്പൊ ഈ സംസാരിച്ച എല്ലാം ഫൈനൽ ഇയേഴ്സ്. ഫസ്റ്റ് ഇയറിൽ ഞാൻ മാത്രമേ ഇപ്പൊ സംസാരിക്കുന്നുള്ളൂ. ഇനി എനിക്ക് അവിടെ 5.5 വർഷം തുടർന്ന് പഠിക്കാല്ലേ. അപ്പൊ ഇനി എനിക്ക് അവിടെ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ബാക്കിയുള്ളവർക്കൊക്കെ കോഴ്സ് കഴിയാറായില്ല. ഞാനിപ്പോ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്കറിയാം ഞാൻ ഇനി ടാർഗറ്റ് ആവും, എനിക്ക് പ്രശ്നങ്ങളാവും, എല്ലാം അറിയാം. പക്ഷെ ഇത് ഇനി ഇങ്ങനെ പോയാലും ഇനി അടുത്ത ബാച്ച് എന്റെ ജൂനിയേഴ്സ് വരും, അവർക്ക് ഇനി ഇതിനെ അനുഭവിക്കാൻ എനിക്ക് എന്തോ തോന്നുന്നില്ല. മനുഷ്യത്വം ഉള്ളതുകൊണ്ടാ. ഇനി ആരും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ അനുഭവിക്കാൻ പാടില്ല. എല്ലാരും ഇപ്പൊ കോളേജ് ലൈഫ് എൻജോയ് ചെയ്യുക, പഠിക്കുക എന്നുള്ള രീതിയിലാണ് കോളേജിലേക്ക് കയറുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോൾ
നമുക്ക് ഫസ്റ്റ് ഡേ തന്നെ കേൾക്കുന്ന ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട്, നമ്മൾ പൊട്ടും, പഠിക്കാൻ പറ്റത്തില്ല, പ്രഷറാണ്, എല്ലാം PT മീറ്റിംഗ്, റാം സാർ എല്ലാം കേട്ട് കേട്ട് നമ്മൾ എന്തൊക്കെയോ ആയി പോവാ. ഒരു സ്റ്റുഡന്റ് എന്നുപരി നമ്മളിപ്പോൾ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇനിയെങ്കിലും ഒരു മാറ്റം വേണം. ഈ വ്യാഴാഴ്ച ആയാലും എന്റെ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും സംസാരിക്കുന്നില്ല. ഇനി നമ്മളെല്ലാം സംസാരിക്കുമ്പോൾ എല്ലാവരും ഇപ്പൊ ടാർഗറ്റ് ആവാൻ വേണ്ടി പോവാണ്. ഇനി ആ ഒരു ടാർഗറ്റിംഗ് അല്ലെങ്കിൽ ടോർച്ചറിങ് ആ ഒരു സംഭവം ഇനി നമ്മളെ കോളേജിലല്ല ബാക്കിയുള്ള ഒരു കോളേജിലും വരാൻ പാടില്ല. ഇപ്പോൾ ഇന്നലത്തെ ഞാൻ സംസാരിച്ചതിന് ശേഷം എനിക്ക് കുറെ പേഴ്സണൽ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ കോളേജിലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇങ്ങനത്തെ കുറച്ച് സാർമാരുണ്ട്. പ്രൊഫഷണൽ കോഴ്സിലാണ് കൂടുതൽ ഇങ്ങനത്തെ നടക്കുന്നത്. ഇതുപോലെ അനുഭവിക്കുന്നത് എന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും വളരെ ബോൾഡായിട്ട് സംസാരിക്കുന്നവരാണ്. ആ ആർജവം അത് ഇനി വരാൻ പോകുന്ന കുട്ടികൾക്ക് കൂടി മാതൃകയാണ്. അങ്ങനെ നമ്മളൊരു അനീതി കണ്ടാൽ, അനീതി അനുഭവിച്ചാൽ യാതൊരു സംശയവും വേണ്ട, അത് ചോദ്യം ചെയ്യുക തന്നെ വേണം. അത് ചോദ്യം ചെയ്യാതെ സേഫായിട്ടിരിക്കുക എന്നൊരു സേഫ്റ്റി ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇവിടെ പക്ഷേ അലോഷ്യസ് ഒന്നാം പ്രതിയാക്കേണ്ട ഇവിടുത്തെ ഡോക്ടർ MK റാം എന്ന് പറയുന്ന ഓറൽ പത്തോളജി വിഭാഗം HOD ആണ്. അയാളെ തിരയുന്നേ ഉള്ളൂ. ഇത്തരം വിഷയങ്ങളിലൊക്കെ എന്ത് സംഭവിക്കുന്നു ഭാവിയിൽ, ഇതൊക്കെ അധ്യാപകരൊക്കെ അനായാസം ഊരിപ്പോരുമെന്നൊരു സ്ഥിതിവിശേഷം കൂടി ഉണ്ട് എന്ന് തോന്നുന്നു. രണ്ടാമത്തെ വിഷയം, ഈ ക്യാമ്പസിലൊന്നും എന്താണ് നടക്കുന്നതെന്ന് പുറത്തേക്ക് അറിയുന്നില്ല. വിദ്യാർത്ഥികൾ അടിച്ചമർത്തപ്പെട്ട നിലയിൽ അവിടെ കഴിയുകയാണ്. അവർക്ക് വിദ്യാർത്ഥി സംഘടനകളോ പ്രതികരിക്കാനുള്ള വേദികളോ ഒന്നുമില്ല. എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ പരീക്ഷയ്ക്ക് തോപ്പിക്കും, ഇന്റേണൽ അസസ്മെന്റ് കുറച്ചിടും, അല്ലെങ്കിൽ വൈവയ്ക്ക് സ്വാധീനം ചെലുത്തി വൈവയിലെ മാർക്ക് സ്കോർ ചെയ്യുന്നതിൽ നിന്ന് കുറവുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള പേടികളിലാണ് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം പ്രൊഫഷണൽ കോളേജുകളിലെങ്കിലും ഏറ്റവും കുറഞ്ഞത് ജീവിക്കുന്നത് എന്ന് പറയേണ്ടി വരും. അഭിലാഷ്, ഈ വിഷയത്തിൽ ഇപ്പം നമുക്ക് പ്രശ്നമുണ്ടായി ഒരു 4 ദിവസമാകുന്നു. 4 ദിവസമായിട്ടും ഈ അധ്യാപകനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അതിനെ കണ്ടെത്തുന്ന തരത്തിലേക്ക് പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഈ മാനേജ്മെൻറ്റിന് ഏതെങ്കിലും ഭാഗത്തു നിന്ന് അവർക്ക് സംരക്ഷണം ലഭിക്കുന്നുണ്ടോ എന്നൊരു സംശയം സ്വാഭാവികമായും നമ്മുടെ എല്ലാം ഉള്ളിലേക്ക് വരികയാണ്. കാരണം ഇത്ര ഗൗരവകരമായിട്ടുള്ളൊരു വിഷയം നിരന്തരമായി വിദ്യാർത്ഥികൾ കഴിഞ്ഞ 3-4 ദിവസമായി ഒന്നിനു പുറകെ മറ്റു വിദ്യാർത്ഥികൾ വളരെ ഗൗരവകരമായിട്ടുള്ള ആരോപണം ഈ അധ്യാപകനെതിരെ പറയുമ്പോഴും ഈ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു രീതിയിലേക്കും ഒരു കുലുക്കമില്ലാത്ത രീതിയിൽ ഇത് അവർ ഏത് രീതിയിലും വിദ്യാർത്ഥികളെ പഴിചാരുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ നിതിൻ രാജ് എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥിയുടെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അതിനെ കണക്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ഇതിൽ ഏതറ്റം വരെ പോയും ഈ അധ്യാപകനെതിരെ ഇയാൾക്കെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ, അതിൽ അല്പം പോലും വെള്ളം ചേർക്കാതെ ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കേണ്ട സാഹചര്യമുണ്ട്. എങ്കിൽ മാത്രമേ ഇത് ആവർത്തിക്കപ്പെടാതിരിക്കത്തുള്ളൂ. ഒരു ക്യാമ്പസിൽ സ്വാഭാവികമായിട്ടും ഇത്രയും ഗൗരവകരമായിട്ടുള്ളൊരു വിഷയമുണ്ടായി ജാതീയപരമായിട്ടുള്ള അധിക്ഷേപം ഉണ്ടാകുന്ന ഒരു അധ്യാപകൻ റാഗിങ്ങിന് നേതൃത്വം കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഇനി മറ്റ് ക്യാമ്പസുകളിലും ഇത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നിയമത്തിൻ്റെതായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശക്തമായിട്ടുള്ള നടപടികൾ അല്ലെങ്കിൽ ഈ റാം എന്ന് പറയുന്ന അധ്യാപകന് നേരെ ഉണ്ടാകണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, കേരളത്തിലെ മറ്റ് ക്യാമ്പസുകളിലുള്ള വിദ്യാർത്ഥികൾക്കും സ്വാഭാവികമായും ഇത്തരത്തിലേക്കുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകണമെങ്കിൽ ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഞങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ മറ്റ് ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്കും നൽകുകയാണ്. ഈ പറയുന്ന ഇന്റേണൽ മാർക്കിൻ്റെ ചട്ടക്കൂടുകളിലേക്ക് വിദ്യാർത്ഥികളെ വരിഞ്ഞു മുറുക്കാൻ ഒരു അധ്യാപകരെയും അനുവദിക്കില്ല എന്ന് അസന്നിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒപ്പം ഈ പറയുന്ന ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റികൾ പല ക്യാമ്പസുകളിലും അത് സജീവമല്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഈ റിഡ്രസൽ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് ഇരിക്കുന്നത് ഇത്തരത്തിലേക്കുള്ള ഈ റാമിനെ പോലുള്ള അധ്യാപകരാണെങ്കിൽ ഏത് വിധേയനാണ് ഈ വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കുക? അപ്പോൾ ഇതെല്ലാം നമ്മൾ ഗൗരവകരമായി കാണേണ്ടതാണ്. നമുക്കെല്ലാവർക്കും ചേർന്നുകൊണ്ട് ഇനി കേരളത്തിലെ ഒരു ക്യാമ്പസിൽ നിതിൻ രാജ് എന്ന് പറയുന്നത് പോലെ ഒരു വിദ്യാർത്ഥിക്ക് മരണം സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. അത് ജാതിയുടെ പേരിലായിക്കൊള്ളട്ടെ, മതത്തിൻ്റെ പേരിലായിക്കൊള്ളട്ടെ, മറ്റ് എന്ത് പ്രശ്നങ്ങളുടെ കാര്യങ്ങളിലായിക്കൊള്ളട്ടെ, വിദ്യാർത്ഥികൾ സ്വാഭാവികമായും ജനാധിപത്യ ബോധമുള്ള അല്ലെങ്കിൽ പ്രതികരണശേഷിയുള്ള ഒരു തലമുറയെ അവരെ വാർത്തെടുക്കാൻ നമ്മൾ എല്ലാവരും കൈകോർക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഞങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു പിന്തുണ കൂടി ഞങ്ങൾ മറ്റ് ക്യാമ്പസിലുള്ള വിദ്യാർത്ഥികൾ കൂടി ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. യെസ്, ഇവിടെ മുഹമ്മദ് സാദിഖ്, ഈ കോളേജിന്റെ മാനേജ്മെന്റിനെ ആരെങ്കിലും സംരക്ഷിക്കുന്നുണ്ടോ എന്ന ചോദ്യമുണ്ട്. ആരാണ് മാനേജ്മെന്റ് എന്നുള്ള ചോദ്യം പോലും ഉണ്ട്. മുമ്പ് ഈ കോളേജുമായി ബന്ധപ്പെട്ട് പല വിവാദം ഉയർന്നു വന്നിട്ടുണ്ട്. മെഡിക്കൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട്, പിന്നെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഒരു ഓർഡിനൻസുമായി ബന്ധപ്പെട്ടൊക്കെ അങ്ങനെയൊക്കെ. അപ്പോൾ ഈ പ്രാദേശിക സംരക്ഷണവും ഞങ്ങൾ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് തോന്നുന്നത് പോലെ ചെയ്യും എന്നൊക്കെ ധാർഷ്ട്യത്തോടു കൂടി വിചാരിക്കുന്ന ആളുകൾ
അവിടെ ഉണ്ടാകുമ്പോഴാണല്ലോ ഇത്തരം പ്രശ്നങ്ങളൊക്കെ തലപൊക്കുക. ശ്രീ അഭിലാഷ്, ഈ മാനേജ്മെൻറ്റിൻ്റെ താല്പര്യം എന്താണെന്നോ അതിന് പിന്നിൽ ആരെങ്കിലും പിന്തുണയുമായി രംഗത്തുണ്ടോ എന്നൊന്നും ഈ ഘട്ടത്തിൽ നമുക്കറിയില്ല. ഇനി ആര് തന്നെ ഉണ്ടെങ്കിലും എത്ര വലിയ സംവിധാനങ്ങളെ പിന്നിൽ അണിനിരത്തിയാണ് ഇത്തരം നീക്കങ്ങളുമായി ആ മാനേജ്മെൻറ്റ് പോകാൻ ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിലും അതിനെല്ലാം പ്രതിരോധിക്കാൻ ആവശ്യമായ വലിയ ഒരു ജാഗ്രത കേരളീയ പൊതുസമൂഹവും നമ്മുടെ ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരുമെല്ലാം ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നുണ്ട്. മാനേജ്മെൻറ്റ് എന്ത് തരം സമീപനം ഇക്കാര്യത്തിൽ സ്വീകരിച്ചാലും ഒരു ഉപേക്ഷയും കൂടാതെ ഈ റാം എന്ന് പറയുന്ന അധ്യാപകനടക്കം ഇക്കാര്യത്തിൽ കുറ്റക്കാരായ മുഴുവൻ പേർക്കെതിരെയും സമഗ്രമായ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ്. ഇന്നലെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആർച്ച ഇന്ന് അവർ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇന്നലെ അവർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഒരു വാക്കുണ്ട്. അദ്ദേഹം ഒരു അധ്യാപകനല്ല, ഒരു മാഷല്ല, ഒരു സാറല്ല, അദ്ദേഹം ഒരു മൃഗമാണ് എന്നുള്ള നിലയിൽ. അത് തന്നെയാണ് ഞങ്ങളും യോജിക്കുന്നൊരു ഭാഗം. ഇത്തരത്തിൽ മനുഷ്യ മൃഗങ്ങൾ കേരളത്തിലെ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കാൻ യോഗ്യരല്ല. മനുഷ്യരായി പോലും സ്വന്തം മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളെ പരിഗണിക്കാതെ ജാതിയുടെ പേരിലും നിറത്തിൻ്റെ പേരിലും അവരെ മാറ്റി നിർത്തുകയും മാർജിനലൈസ് ചെയ്യുകയും അതിൻ്റെ പേരിൽ ഹറാസ് ചെയ്യുകയും മരണത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന റാമിനെ പോലെയുള്ള അധ്യാപകരെ സംരക്ഷിക്കുന്ന സമീപനം ഏത് മാനേജ്മെൻറ്റ് സ്വീകരിച്ചാലും അതിനെതിരെ ശക്തമായ സമരങ്ങൾ കേരളത്തിൽ ഇനി വരും ദിവസങ്ങളിൽ കാണേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ സൂചകമായിട്ടാണ് ഇന്നലെ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ഞങ്ങളുടേതടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളും പൊതു പ്രസ്ഥാനങ്ങളും നടത്തിയിട്ടുള്ള സമരങ്ങൾ. ആ സമരങ്ങളുടെ തുടർച്ചയുണ്ടാകും. പോലീസ് ശരിയായ വിധത്തിൽ ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ വിഷയങ്ങളെല്ലാം ഉയർന്ന പശ്ചാത്തലത്തിൽ ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വിദ്യാർത്ഥികളെ ഇതിൻ്റെ പേരിൽ ഭാവിയിൽ അങ്ങ് നശിപ്പിച്ച് കളയാനാണ് മാനേജ്മെൻറ്റ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതും നടപ്പാവില്ല എന്നുള്ളതാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രിയ സുഹൃത്തുക്കളായ ആഷിഖിനോടും ആർച്ചയോടും ഞങ്ങൾക്ക് SFIയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് പറയാനുള്ള കാര്യം, നിങ്ങൾ ഒരു കാരണവശാലും ഭയപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല എന്ന് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. നിങ്ങളുടെ സഹപാഠിയുടെ ജീവന് വേണ്ടി അവൻ അനുഭവിച്ച പ്രതിസന്ധിയുടെ മുന്നിൽ വളരെ ധൈര്യത്തോടു കൂടിയാണ് നിങ്ങൾ ഈ ഘട്ടത്തിൽ നിൽക്കുന്നത്. ആ ധൈര്യം സമ്പൂർണ്ണമായും സംഭരിച്ചുകൊണ്ട് നിങ്ങൾ ഭാവിയിൽ മുന്നോട്ട് പോവുക. ഏത് ഘട്ടത്തിലും നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ ക്യാമ്പസിനകത്തും പുറത്തും SFI എന്ന വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തനം സജീവമായി ഉണ്ടാകും. ഇനി മേലിൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് ആ ക്യാമ്പസിൽ നിന്ന് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടാകുന്ന സാഹചര്യം വന്നാൽ ഞങ്ങൾ അവിടെ വീണ്ടും വരും. ശക്തമായ പ്രതിരോധം ഞങ്ങൾ തീർക്കും. അതുകൊണ്ട് വിദ്യാർത്ഥികൾ അവിടെ സംഘടിതരായി രാഷ്ട്രീയമായും അതേപോലെ തന്നെ വിദ്യാർത്ഥികളുടെ അവകാശബോധത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള വലിയ ഒരു കൂട്ടായ്മകൾ ശക്തിപ്പെടുത്തി, വിദ്യാർത്ഥി യൂണിയനുകൾ ശക്തിപ്പെടുത്തി ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഒരു പ്രശ്നം വന്നാൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു മനോഭാവത്തോടു കൂടി ഭാവിയിൽ മുന്നോട്ട് പോകണം. അതിനുള്ള എല്ലാ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതിൻ്റെ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ മാർക്കും ഇന്റേണൽസും അറ്റൻഡൻസും കാണിച്ച് ആ ഉമ്മാക്കി വെച്ച് ഈ വിദ്യാർത്ഥികളെ തടയാമെന്നുള്ള നീക്കം മാനേജ്മെന്റ് തുടരാൻ ഉദ്ദേശിച്ചാൽ അതിനെ ഞങ്ങൾ ചെറുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ നിലയിലുള്ള ജാതി വിളവെടുപ്പ് കേന്ദ്രങ്ങളായി കേരളത്തിലെ ക്യാമ്പസുകളെ മാറ്റാൻ ഞങ്ങൾ അനുവദിക്കില്ല. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന ശ്രീനാരായണ ഗുരു സങ്കല്പത്തെ നെഞ്ചേറ്റുന്ന പ്രബുദ്ധരായ മലയാളി സമൂഹത്തിന് മുന്നിൽ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിനെ പോലെ ഇങ്ങനെ ജാതിചിന്ത പേറുന്ന പ്രാചീന ബോധവും പ്രാകൃത ബോധവും കൈമുതലാക്കിയിട്ടുള്ള റാമിനെ പോലെയുള്ള മനുഷ്യമൃഗങ്ങളെ വെച്ചു പൊറുപ്പിക്കാനും നമ്മൾ തയ്യാറല്ല. അതിന് ഏതെങ്കിലും തരത്തിൽ മാനേജ്മെന്റ് പിന്തുണ നൽകി മുന്നോട്ട് പോവുകയാണെങ്കിൽ മാനേജ്മെന്റും ഞങ്ങളുടെ സമരത്തിന്റെയും പ്രതിരോധത്തിന്റെയും ചൂടറിയേണ്ടി വരും. നിയമക്കുരുക്കുകളെ അവർ അതിജീവിക്കേണ്ടി വരും എന്നുള്ളതാണ്. മുൻകാലങ്ങളിൽ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിനെ ചുറ്റിപ്പറ്റി ഉണ്ടായ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടത്തിലെല്ലാം ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. ഇനിയും ഭാവിയിൽ അതിശക്തമായി തന്നെ ഞങ്ങൾ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ശരി, ശ്രീ രാഹുൽ ഈശ്വർ, രോഹിത് വെമുലയുടെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നിരുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു വാചകം എൻ്റെ ജനനം തന്നെ ഒരു അപകടമായിരുന്നു എന്ന് തുടങ്ങുന്നതാണ്. വലിയ സ്വപ്നങ്ങൾ കണ്ട ഒരു മനുഷ്യൻ, പക്ഷേ കടുത്ത ജാതി ഉച്ചനീചത്വങ്ങൾക്ക് വിധേയനായി ഒരു ജീവൻ തന്നെ ഒടുക്കാമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ഉദാഹരണങ്ങൾ അങ്ങനെ നമുക്ക് പറയാനുണ്ട്. ഇന്നിപ്പോൾ അംബേദ്കറുടെ ജയന്തിയെക്കുറിച്ച് താങ്കൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായല്ലോ. അപ്പോൾ ഇതൊരിടത്ത് ആവർത്തിക്കരുത്. ഇനി അഞ്ചരക്കണ്ടി കോളേജിൽ അങ്ങനെ ഉണ്ടാവുമോ അങ്ങനെ ഉണ്ടാവില്ലേ എന്നുള്ളതിനപ്പുറത്ത് കേരളത്തിൽ ഒരു കലാലയത്തിലും ഗവേഷണ വിദ്യാർത്ഥികൾ അടക്കം ഒരാളും ജാതീയമായോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള വിവേചനം നേരിടരുത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അപ്പോൾ അതിനൊരു നിയമനിർമ്മാണം, രോഹിത് വെമുലയുടെ പേരിലുള്ള നിയമനിർമ്മാണം കേരളം പോലൊരു സംസ്ഥാനവും ആലോചിക്കേണ്ട സമയമായി എന്ന് തോന്നുന്നുണ്ടോ?
സംശയമില്ല. അവിടെയാണ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷന്റെ ഒരു രീതി തന്നെയാണ് ഈ കാസ്റ്റ് ഡിനയലിസം. അതായത് പലപ്പോഴും ചരിത്രപരമായി അവഗണനയും പിന്നോക്കാവസ്ഥയും നേരിട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് അവരുടെ ബുദ്ധിമുട്ടും അവരുടെ ലിവ്ഡ് എക്സ്പീരിയൻസും മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്യുന്നൊരു മനോഭാവം പലപ്പോഴും നമുക്കുണ്ടാകാറില്ല. നമുക്കിപ്പോഴും നമ്മുടെ പൊതു ചരിത്ര പുസ്തകങ്ങളിലോ മഹാന്മാരായ ചരിത്രകാരന്മാർ എഴുതുന്നതിലോ ഗാന്ധിജിയുടെയോ അംബേദ്കറുടെയോ പൂന പാക്റ്റും സമവായവും കമ്മ്യൂണൽ അവാർഡും അത് ഗാന്ധിജിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അംബേദ്കർ വിട്ടുകൊടുത്തതാണെന്നുള്ള നെറേറ്റീവുകളും ഈ സത്യങ്ങളൊന്നും നമ്മൾ പലപ്പോഴും പഠിക്കാറില്ല. ഇന്ത്യ ഡീപ്ലി കാസ്റ്റ് റിഡൻ ആയ ഒരു സൊസൈറ്റിയാണ്. ആ കാസ്റ്റീസത്തിൽ നിന്ന് നമ്മളെ ഉയർത്തി ഒരു ഇക്വാളിറ്റിയുടെ പ്രതലത്തിലേക്കും ഐക്യത്തിന്റെ പ്രതലത്തിലേക്കും കൊണ്ടുവരണം. അത് കൊണ്ടുവരുമ്പോൾ തന്നെ ചരിത്രപരമായി പിന്നോക്കം നിൽക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന മെഷേഴ്സിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാവണം. അവിടെയാണ് നമ്മൾ ഈ റിസർവേഷൻ പോലുള്ള സംവിധാനങ്ങളുടെ നന്മ ചൂണ്ടിക്കാട്ടുന്നതും. മുന്നോക്ക സമുദായങ്ങളിലെ വിദ്യാർത്ഥികളിലെ പാവപ്പെട്ടവർക്കും അത് വേണം. ഇങ്ങനൊരു ബാലൻസിലല്ലേ ഇത് മുമ്പോട്ട് പോകാൻ കഴിയും. അപ്പോൾ ഇന്ത്യയിലെ ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങൾ അത് പലപ്പോഴും മുഖ്യധാരാ പാർട്ടികൾക്കടക്കം കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും BJPക്കും അടക്കം ആ കാസ്റ്റ് എന്ന റിയാലിറ്റിയെ പലപ്പോഴും ഉൾക്കൊള്ളുന്നതിന് പല വിധത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഗാന്ധിജിയൊക്കെ രാമരാജ്യം പറയുന്നതിന് മുമ്പേ മഹാത്മാഭൂലെ ബലിരാജ്യം പറയുന്നുണ്ട്. ആ ബലി എന്ന് പറയുന്നത് നമ്മുടെ മഹാബലിയെ കുറിച്ചാണ് പറയുന്നത്. ദളിത് പിന്നോക്ക വിഭാഗങ്ങളെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഇങ്ങനെ രീതിയിൽ ഒരു സമവായത്തിന്റെ ഇന്ത്യൻ സാമൂഹിക പരിസരം ഉണ്ടാക്കുന്നതിൽ നമ്മുടെ മാധ്യമങ്ങൾക്കും പൊതു ധിഷണാശാലികൾക്കും ഒക്കെ വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ ആ രീതിയിൽ രോഹിത് വെമുല ആക്ട് ആകാം. ഇന്നും കാസ്റ്റ് ഡിനയലിസം വിശിഷ്യായി ഫോർവേഡ് കമ്മ്യൂണിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും ഉണ്ട്. ഇന്ന് ജാതി ഇല്ല എന്ന് തെറ്റിദ്ധരിക്കുകയും ജാതിയുടെ ഇല്ലിഫെക്ട്സ് പൂർണ്ണമായി മാറി എന്ന് കരുതുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയല്ല. പല അൺകോൺഷ്യസ് തലങ്ങളിലും പവർ ലിവേഴ്സിലും അധികാര കേന്ദ്രങ്ങളിലും ഡീപ് സ്റ്റേറ്റ് മെക്കാനിസത്തിലും ഒക്കെ പിന്നോക്ക വിഭാഗങ്ങൾ തള്ളപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഇതിനു വേണ്ടി പോസിറ്റീവായ ഒരു നീക്കം മുമ്പോട്ട് പോകാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ ആർച്ചെ മാഷിക്കും ഒക്കെ ശക്തിയുക്തം മുമ്പോട്ട് വന്ന് പറയുന്നത് നമ്മുടെ ഓരോ തലമുറകൾക്കും അഭിമാനമാണ്. നമ്മുടെ യുവതലമുറ അത്ര സ്ട്രോങ് ആയി പറയുന്നത് വളരെ നല്ലതാണ്. ഇതിന്റെ എല്ലാ വശങ്ങളും പുറത്തു വന്നോട്ടെ, അതൊന്നും വേണ്ടെന്നല്ല. പക്ഷേ ലഭ്യമായ വിവരങ്ങളിൽ നമുക്ക് ഉറപ്പിക്കാം. ബോഡി ഷേമിംഗ് നടന്നിട്ടുണ്ട്, കാസ്റ്റീസം ഉണ്ടായിട്ടുണ്ട്, സാമുദായികമായ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്, ചില പരിശുദ്ധ പുസ്തകങ്ങളെയൊക്കെ മോശമായി പറഞ്ഞു എന്ന് ചില വാർത്തകളിലൊക്കെ വരുന്നുണ്ട്, ചില പെൺകുട്ടികളെ കാണുമ്പോൾ ഇദ്ദേഹത്തിന് നെഗറ്റീവായി പറയാനുള്ള പ്രവണതയുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു വ്യക്തി ആ ബിഹേവിയർ പാറ്റേൺ അൺഅക്സെപ്റ്റബിൾ ആണ്. കേരളവും ഇന്ത്യയിലും അൺഅക്സെപ്റ്റബിൾ ആണ്. രോഹിത് വെമുല ആക്ട് ആകാം, ഡിസ്ക്രിമിനേഷനെതിരെയുള്ള ആക്ട് ആകാം, കൂടുതൽ കൺസീലിയേഷനുള്ള പോയിന്റ്സ് ആകാം. ഇത്തരം കാര്യങ്ങൾ സ്വകാര്യ മേഖലയിൽ അടക്കം എനിക്ക് തോന്നുന്നു ഇതിലൊരു BJP കോൺഗ്രസ് CPM വ്യത്യാസമല്ല. SFIയുടെയും KSUവിന്റെയും വക്താക്കളുടെ നേതാക്കളുടെ നല്ല ശബ്ദമാണ്. അവർ പറയുന്ന ശ്രീനാരായണ ഗുരുദേവനെ അടക്കം കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞത് വളരെ സ്വാഗതാർഹവുമാണ്. നമ്മളെല്ലാം ആ അർത്ഥത്തിൽ ശ്രീനാരായണീയരാണ്. ജാതിഭേദം മതദ്വേഷം ഇല്ലാത്ത സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമായി മാറ്റാൻ കേരളത്തെയും ഇന്ത്യയും ഇനിയും ഒരുപാട് ദൂരം നമ്മൾ മുമ്പോട്ട് പോകാനുള്ള തിരിച്ചറിവ് നൽകട്ടെ. വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിച്ച സ്ഥലത്തെ മനുഷ്യാലയവും നന്മയുടെ ആലയവുമാക്കി മാറ്റാൻ നമ്മുടെ ഇത്തരം നടപടികൾക്ക് കഴിയട്ടെ. നമ്മുടെ പരാജയങ്ങളെ ഓർക്കുന്നതാണ്. വി ഷുഡ് നോട്ട് ബ്രഷ് ഇറ്റ് അണ്ടർ ദ കാർപ്പറ്റ്. നമ്മൾ അതിനെ മറച്ചു വെക്കാനല്ല നോക്കേണ്ടത്. അതിനെ വസ്തുനിഷ്ഠമായി അനലൈസ് ചെയ്ത് നമ്മുടെ തെറ്റുകൾ ഒരു പൊതുസമൂഹം നിലയിൽ മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ ഈ അംബേദ്കർ ജയന്തിയിൽ നമുക്ക് കഴിയട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന. യെസ്, ആഷിക്ക് ഇപ്പം എന്തായാലും ഈ സംഭവം നടന്നതിന് ശേഷം നിങ്ങളുടെ സഹപാഠികളായ വിദ്യാർത്ഥികളടക്കം ഇനിയിപ്പോൾ ഈ അനീതി നമ്മൾ സഹിച്ചു നിൽക്കേണ്ട കാര്യമില്ല എന്നൊരു ചിന്തയിലെത്തിക്കാണുമല്ലോ. പരസ്പരം നിങ്ങൾ ആശയവിനിമയം നടത്തിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കുമല്ലോ സംസാരിക്കുകയൊക്കെ ഉണ്ടായത്. ഇപ്പോൾ അഞ്ചരക്കണ്ടി കോളേജിലെ വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥ എന്താണ്? അവരുടെ ചിന്തകൾ എന്താണ്? അപ്പോൾ അവരുടെ ചിന്തകൾ എന്താണെന്ന് വെച്ചാൽ ഇതെങ്ങനെയെങ്കിലുമൊക്കെ പരിഹരിക്കണം, ഇത് മുന്നോട്ട് സപ്പോർട്ട് കിട്ടണം. ഏറ്റവും വലിയ ആശങ്ക എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പേരിൽ കോളേജ് പൂട്ടിപ്പോകരുത്. കാരണം കോളേജ് പൂട്ടിപ്പോയാൽ അഫിലിയേഷൻ പോയാൽ നമ്മളെ സർട്ടിഫിക്കറ്റിന് അത് ബാധിക്കും. പോരാത്തതിന് ഇത്രയും പിള്ളേരെ മാറ്റി പഠിപ്പിക്കണമെങ്കിൽ അതും കുറേ സമയം എടുക്കുന്ന കാര്യമാണ്. ഇത് കുറച്ച് കാര്യങ്ങളാണ് അവരുടെ ആശങ്ക മെയിനായിട്ട്. നമ്മൾ ഇത്രയും പ്രതിഷേധിക്കുമ്പോൾ അവരൊറ്റടിക്ക് പൂട്ടിപ്പോയാൽ എന്താവും ഒരവസ്ഥ. അങ്ങനെ ഈ വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കിക്കൊണ്ട് ഒരു ദിവസം മാനേജ്മെന്റ് വിചാരിച്ചാൽ ഇങ്ങനെ തീപ്പെട്ടി കമ്പനി പോലെ അടച്ചുകൂട്ടാനൊന്നും പറ്റില്ല ഒരു കോളേജ്. അങ്ങനെ ഒന്നും പേടിക്കണ്ട. അതായിരുന്നു ഇപ്പോൾ എല്ലാവരും ഒന്നൊന്നായിട്ട് ഇപ്പോൾ തിങ്കളാഴ്ച 2 കുട്ടികളായി, ഇപ്പോൾ ചൊവ്വാഴ്ച 4 കുട്ടികളായി, 4-5 കുട്ടികളായി. അതിങ്ങനെ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. എന്തായാലും ഇതിപ്പോൾ ഒരു ആളിക്കത്തിയൊരു എന്താ പറയുക ഒരു ധൈര്യമാണ്. അപ്പോൾ അതെന്തായാലും മുന്നോട്ട് വന്നുകൊണ്ട് തന്നെ ഇരിക്കും. 16-ാം തീയതി എന്തായാലും നമ്മൾ എല്ലാ ബാച്ചുകളും ഫസ്റ്റ് ഇയർ മുതൽ ഫൈനൽ ഇയർ വരെയുള്ള എല്ലാവരുടെയും ഒരു പ്രതിഷേധം അവിടെ ഉണ്ടാവുന്നതാണ്. അന്നായിരിക്കണം ഇതിൻ്റെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് മാനേജ്മെന്റ് വരേണ്ടത്. അതിനാണ് നമ്മളിപ്പോൾ കാത്തു നിൽക്കുന്നത്.
ഈ മാനേജ്മെന്റിലെ ആരെങ്കിലും കാണുകയോ സംസാരിക്കുകയോ പലരും മറ്റോ ഇപ്പോൾ ചെയ്തോ? വിഷുവിന്റെ ലീവിന് പോലും വീട്ടിൽ പോയിട്ടില്ല. കുട്ടികള് എന്താണ്? ഈ മാനേജ്മെന്റിന്റെ ആരെങ്കിലും നിങ്ങളോട് സംസാരിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ വിദ്യാർത്ഥികളോട്? അതുപോലെ തന്നെ ഈ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, നമുക്ക് ഇവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണം, അതിന് നിങ്ങളിപ്പോൾ നല്ല നിലയ്ക്ക് മുമ്പോട്ടൊന്ന് സംസാരിക്കുന്നതാണ് ഉചിതമെന്ന് പ്രോത്സാഹിപ്പിക്കുന്ന അധ്യാപകരാരെങ്കിലും ഉണ്ടോ? നിലവിൽ അവിടെ അധ്യാപകർ എല്ലാം ഒന്ന് വിറച്ചിട്ടാണുള്ളത്, പ്രത്യേകിച്ച് ഈ രാം സാറിൻ്റെ കേസ് വന്നപ്പോൾ. അപ്പോൾ അവരൊന്നും നമ്മളധികം എന്താ പറയുക, നമ്മളധികം അപ്രോച്ച് ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും നെഗറ്റീവായിട്ടൊന്നും ആരും ഒന്നും ചെയ്യുന്നില്ല. അത് മതി നമുക്ക്. ഇതൊരു പൊതു ആവശ്യമാണ്, കോളേജ് നന്നാവേണ്ടതുണ്ട്, ഇതുപോലെയല്ല ഒരു കോളേജ് നടത്തേണ്ടത് എന്നൊരു ബോധ്യം ഇപ്പോൾ അവർക്ക് വരുന്നുണ്ടെന്ന് തോന്നുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതാണ് പ്രതീക്ഷ. ആർച്ച ഇപ്പോൾ എനിക്ക് തോന്നുന്നു ലീവിന് വീട്ടിൽ വന്നിരിക്കുകയാണ് എന്ന് തോന്നുന്നു. ഈ ലീവൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ 5.5 കൊല്ലം അവിടെ പഠിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. കുറച്ചും കൂടി നല്ല എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളെ നന്നായി പരിഗണിക്കുന്ന, പൗരന്മാരായി കരുതുന്ന, അവരുടെ അവകാശങ്ങളെ മാനിക്കുന്ന, യാതൊരു ഡിസ്ക്രിമിനേഷനും കാണിക്കാത്ത ഒരു ക്യാമ്പസായി നിങ്ങളുടെ ക്യാമ്പസ് മാറുമെന്നൊരു പ്രതീക്ഷ ഇപ്പോഴുണ്ടോ? ഒരുപാട് ആളുകൾ സംസാരിക്കുന്നുണ്ട്. ഈ സംസാരിക്കുന്ന ആളുകളെ ജനങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ അധ്യാപകർ തന്നെ ഇത് കേൾക്കുന്നുണ്ടാവും. ആ കേൾക്കുന്ന ആളുകൾക്ക് പറ്റിപ്പോയ തെറ്റുകളെക്കുറിച്ചൊരു തിരിച്ചറിവ് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു നല്ല ക്യാമ്പസായി ഈ കോളേജ് മാറും എന്ന് പ്രതീക്ഷിക്കാമോ നമുക്ക്? അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. അത് എത്രത്തോളം നടക്കുമെന്നൊന്നും അറിയില്ല. ഇനി എന്താ നടക്കാൻ പോണെന്ന് അറിയില്ല. തേഴ്സ്ഡേ എല്ലാവരും പോകുന്നുണ്ട്, എല്ലാ ബാച്ചും. ഇപ്പം എൻ്റെ ബാച്ചിൽ നിന്നായാലും എല്ലാ സ്റ്റുഡൻസും തേഴ്സ്ഡേ അവിടെ ഉണ്ടാവും. അപ്പോൾ ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ ആരെയും വിളിച്ചിട്ടില്ല, കോൺടാക്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ പറയൂ, നിങ്ങളെ കാര്യങ്ങൾ പറയൂ എന്ന് ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല. മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്നൊന്നും പറഞ്ഞിട്ടില്ല, ആരും ഒന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും ഒരു വിശ്വാസമുണ്ട്, ഇനി ഓക്കെ നല്ല കോളേജ് ആയിരിക്കും, ഞങ്ങൾക്ക് വിശ്വസിച്ച് അവിടെ നിൽക്കാം, നന്നായിട്ട് സന്തോഷത്തോടെ പഠിച്ച് ഒരു ഡോക്ടറായിട്ട് തന്നെ ഇറങ്ങാൻ പറ്റും, 5.5 വർഷത്തിനുള്ളിൽ ഡോക്ടറായിട്ട് തന്നെ ഇറങ്ങാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അറിയില്ല ഇനി എന്താ നടക്കണമെന്നൊന്നും അറിയില്ല. ഈ നിതിൻ രാജിന്റെ വീട്ടിൽ പോയിരുന്നോ ആർച്ച? അവർക്ക് ആ വീട്ടുകാർ അങ്ങേയറ്റം സങ്കടത്തിലാണ്, കോളേജിന്റെ പ്രതിനിധികൾ ആരും അവിടേക്ക് വന്നില്ല എന്നൊക്കെയുള്ള വലിയ വിഷമമുണ്ട് അവർക്ക്. അതെ, ഞാൻ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു, ഞാനും എൻ്റെ അച്ഛനും അമ്മയും, പിന്നെ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ചേച്ചി അവിടെ സീനിയർ ആണ്, 4th ഇയർ, കീർത്തി എന്ന പേര്. പിന്നെ ചേച്ചിയുടെ ഫാദറും ഉണ്ടായിരുന്നു. നമ്മൾ ഇത്രയും പേരും പോയിട്ടുണ്ടായിരുന്നു. നിതിന്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ സംസാരിച്ചോ? നിതിൻ എന്തെങ്കിലും വീട്ടിൽ ഈ കോളേജിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അവിടെ പോയപ്പോഴാണ് ഞാൻ ഒരു കാര്യം അറിയുന്നത്. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് വിഷമമായി. അവൻ BDS പഠിക്കുമല്ലേ, അപ്പം മെയില് ഇനി അടുത്ത നീറ്റ് എക്സാം നടക്കുവാണ്, അവൻ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു എന്ന് ഞാൻ ഇന്നലെ അറിയുന്നത്. അത് കേട്ടപ്പോൾ അച്ഛനും അമ്മയോട് എന്താ പറയേണ്ടതെന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല. അവൻ BDSന് അപ്പോൾ ആ കോളേജ് അത്രയും അവന് മടുത്തു, അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ ഹറാസ്മെന്റാണ് അത്രയും മടുത്തിട്ടായിരിക്കും അവൻ ഓക്കെ ഇനി പഠിച്ച് വേറെ കോളേജിൽ പോയി MBBS എടുക്കാം, അല്ലെങ്കിൽ വേറെ കോളേജിൽ എടുക്കാം, അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. ആ ഒരു ഇത് കേട്ടപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര വിഷമമായിപ്പോയി. ഇങ്ങനെ പഠിക്കുന്നുണ്ട്, BDSന് ഇവിടെ നീറ്റ് പഠിക്കുന്നുണ്ട്, അത് ആരോടും പറഞ്ഞിട്ടില്ല, എന്നോട് പോലും അവൻ പറഞ്ഞിട്ടില്ല. വീട്ടുകാരോട് മാത്രം പറഞ്ഞു അവൻ പഠിക്കുമായിരുന്നു അവൻ നീറ്റിന് വേണ്ടിയിട്ട്. എങ്ങനെയെങ്കിലും ഈ കോളേജിൽ നിന്നും പോയാൽ മതി എന്നൊരു മാനസികാവസ്ഥയിലേക്ക് ആ കുട്ടി എത്തിയിട്ടുണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും ആർച്ചയോട് പറഞ്ഞിട്ടുണ്ടോ? എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ പോയിന്ന 2 മാസത്തോളം ലീവായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു, എനിക്ക് പറ്റുന്നില്ലേടി, എനിക്ക് തീരെ പറ്റുന്നില്ല കോളേജ്, എനിക്ക് എന്തോ ഭയങ്കര ഒരുമാതിരി ആവുന്നു, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഒന്നിനും പറ്റുന്നില്ല, ഞാൻ മിക്കവാറും ഡ്രോപ്പ് ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ അങ്ങനെ ചെയ്യില്ല, നിന്റെ അച്ഛനും അമ്മയുടെ ആഗ്രഹമാണ് നീ ഡോക്ടർ ആവാൻ, നിന്റെ ആഗ്രഹമാണ്, നീ കഷ്ടപ്പെട്ട് പഠിച്ചൊരു കോളേജാണ്, കിട്ടിയ കോളേജാണ്, നീ പഠിക്കണം, നമുക്ക് സ്ട്രഗിൾസ് വരും, നമുക്ക് മുന്നോട്ട് പോയി പഠിക്കാം എന്നുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനോട്. അല്ലാതെ ഈ അധ്യാപകരുടെ സ്വഭാവം, അധ്യാപകരുടെ പെരുമാറ്റം ഒരു തരത്തിൽ നമുക്കൊരു സമാധാനത്തോടു കൂടി പഠിക്കാൻ കഴിയില്ല എന്ന ഒരു തോന്നൽ, ഇതുകൊണ്ടാണോ കോഴ്സ് ഡ്രോപ്പ് ചെയ്തേക്കാം എന്ന് അയാൾക്ക് തോന്നിയത്? ആണ്, അവന് ഒട്ടും പറ്റാത്ത അവസ്ഥയായിരുന്നു. അത് ഈ അധ്യാപകരുണ്ടാക്കിയ അവസ്ഥയാണ്. അതെ. ഓക്കെ, അതെന്തായാലും സുഹൃത്തുക്കളെ സംബന്ധിച്ച് ബോധ്യമുള്ള കാര്യമാണ്. ഇപ്പോൾ ആപ്ലിക്കേഷനിൽ ലോൺ എടുത്തത് ഒരു ട്രിഗർ ആയിരിക്കാം എന്നുള്ളതിനപ്പുറത്ത് ആ വിദ്യാർത്ഥി വർഷങ്ങളോളം, അതല്ലെങ്കിൽ നാളുകളോളം, വർഷങ്ങൾ ഞാൻ പറയുന്നില്ല, മാസങ്ങളോളം സഹിച്ച ഈ ഒരു വലിയ ടോർച്ചറിൻ്റെ ഭാഗമായിട്ടാണ് ആത്മഹത്യക്ക് തുനിഞ്ഞത് എന്ന് നമുക്ക് ഈ വാക്കുകളിൽ തന്നെ വ്യക്തമാണ്. അലോഷ്യസ് സേവ്യർ, ഈ വിഷയത്തിൽ ആ കോളേജിൽ സംഭവിച്ചു, കുട്ടിയുടെ മരണത്തിൽ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഡോക്ടർ റാം എന്ന് പറയുന്ന അധ്യാപകൻ ഉടനെ ഈ കാര്യത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നും വിചാരിക്കാം. അത് ആ കോളേജിൻ്റെ സ്പെസിഫിക് ആയ ഇഷ്യൂ. അതിനപ്പുറത്ത് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം ഇനി ഇങ്ങനെ ഒരു അനീതി നേരിടാതിരിക്കാൻ
എന്തു വേണമെന്ന് ആഗ്രഹിക്കുന്നു? നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. അല്ല, ഈ വിഷയം ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. ഈ നമ്മുടെ ഇൻറ്റേർണൽ ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി ഒരു കോളേജുകളിലും സജീവമായിട്ട് നിൽക്കുന്നില്ല. അതിനെ റീവാമ്പ് ചെയ്തുകൊണ്ട് മുഴുവൻ ക്യാമ്പസുകളിലുള്ള വിദ്യാർത്ഥികൾക്കും സധൈര്യം ആ ക്യാമ്പസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, അത് അധ്യാപകരുടെ ഭാഗത്തുനിന്നോ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സധൈര്യം അവർക്ക് കോളേജ് ഇൻറ്റേർണൽ റിഡ്രസൽ കമ്മിറ്റി എന്നതിനപ്പുറം യൂണിവേഴ്സിറ്റി തലത്തിലും ഇതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന സുതാര്യമായിട്ടുള്ളൊരു സംവിധാനങ്ങളിലേക്ക് കാര്യങ്ങൾ അല്പം കൂടി ഗൗരവത്തോടു കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. പിന്നെ ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഞങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ പൂർണ്ണമായിട്ട് കേരളത്തിലെ മറ്റ് ക്യാമ്പസുകളിൽ എല്ലാ സ്ഥാപനങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മളൊരു കോൾ സെൻറ്റർ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ സമാനമായിട്ടുള്ള രീതിയിലേക്കുള്ള വലിയ രീതിയിലുള്ള മാനസിക പീഡനങ്ങളും മറ്റും ഇൻ്റേണൽ മാർക്കിൻ്റെ എല്ലാം പേരിൽ വലിയ പ്രതിസന്ധികൾ വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടെങ്കിൽ അവർക്ക് സധൈര്യം മുന്നോട്ട് വരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ പിന്തുണയും ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഞങ്ങൾ അഷർ ചെയ്യാനും കൂടി ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും വിദ്യാർത്ഥി സംഘടനകൾ ജാഗ്രത ആവുക. അതുപോലെ തന്നെ പൊതുസമൂഹം ജാഗ്രതയോടുകൂടി ഇരിക്കുക. ജാതിയുടെ പേരിലോ നിറത്തിൻ്റെ പേരിലോ രൂപത്തിൻ്റെ പേരിലോ ഒന്നും ഇനി ഒരാളും അധിക്ഷേപിക്കപ്പെടുകയോ അതിൻ്റെ മനോവിഷമത്തിൽ ജീവൻ ഒടുക്കാതിരിക്കപ്പെടുകയോ ചെയ്യണമെന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു പൊതുവായിട്ടുള്ള കൺസേൺ ആയി എടുത്തുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കാൻ വളരെ നന്ദി എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.